Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, Good ma'am. evening, ma'am. Good evening, ma'am. Good evening, all. Good evening, ma'am. Two minutes wait ചെയ്യാം. കുറച്ച് പേരും കൂടെ join ആവട്ടെ അല്ലേ? Good evening, ma'am. Good evening. Good evening, ma'am. Okay, we can start prayer. ആരെങ്കിലും ready ആണെങ്കിലും ഒന്ന് വേഗം ചെയ്തോളൂ. ഞാൻ ചൊല്ലട്ടെ. Oh, yes. Oh God, we thank you for this earth. Help us to act now for the good of future. Help us to become tool of a new creation. Grant us a open heart to all this beauty, to stay fresh and clean and green. Let's work together to make it better. Oh God, our Creator who live forever and ever. Okay, നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് ഉണ്ട് അല്ലേ? ഞാൻ നന്നായിരുന്നു കേട്ടോ. ഗിഫ്റ്റ് തന്നെയാണോ Ma'am, പേര്? good കാണുന്ന evening. പേര് തന്നെയാണോ? Ma'am, good Good evening. evening. Ma'am, recording the അതെ ma'am, madam. recording the in charge. Ma'am, clear Incharge. ആണോ? Ma'am, Okay, recording the okay. കാര്യമാണ് ma'am. എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാനത് ഇന്ന് ക്ലിയർ ചെയ്യാം. ഞാൻ അതാണ് ക്ലാസ്സിൽ പറയാൻ തന്നെ. കാരണം ഓരോരുത്തർക്കായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്ന് ഹോൾ ക്ലാസ്സിൽ പറയുവാണെങ്കിൽ ക്ലാസ് കയറാത്തവർക്ക് റെക്കോർഡ് ക്ലാസ് കണ്ടാലും മനസ്സിലാവും കേട്ടോ. നിങ്ങൾ എല്ലാവരും റെക്കോർഡ് ബുക്ക് വാങ്ങി, അതിനൊരു ടൈം ആയിരുന്നു തന്നത്. അതെ അതെ. ഫസ്റ്റ് തന്നെ ഏറ്റവും എളുപ്പമുള്ള റെക്കോർഡ് നമുക്ക് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് തന്നത്. ആ റെക്കോർഡ് ബുക്കില് ഏതൊക്കെ റെക്കോർഡ് വേണം എന്നുള്ള 5 റെക്കോർഡിന്റെ പേര് ഞാൻ ഓൾറെഡി അതിൽ കൊടുത്തിട്ടുണ്ട്. അതിലെ മൈ കളക്ഷൻ ബുക്ക്, ഇല്ലുസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്ക്, ഇല്ലുസ്ട്രേറ്റഡ് ആക്ഷൻ സ്റ്റോറി ബുക്ക്, പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്, അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക്. അതിലെ ഫസ്റ്റ് വണ്ണാണ് ഏറ്റവും സിമ്പിൾ ആണ്. ബാക്കിയെല്ലാം സിമ്പിൾ ആണ്. പക്ഷെ നമ്മൾ ഓരോ ക്ലാസ്സിന്റെ സെഷൻ കഴിയുമ്പോഴാണ് ബാക്കിയുള്ളത് നിങ്ങൾക്ക് എഴുതാൻ കൂടുതൽ എളുപ്പമാവുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങി വെക്കുന്നത് ഒരു സിമ്പിൾ വൺ ആവുമ്പോൾ നിങ്ങൾ ആ ഫ്ലോയിൽ എഴുതി തുടങ്ങും വിചാരിച്ചാണ് ഇത് തന്നെ തന്നത്. മൈ കളക്ഷൻ ബുക്ക്. നിങ്ങൾക്ക് പ്രോവേർബ്സ് അറിയാലോ, പഴഞ്ചൊല്ലുകള്. മാം, പഴഞ്ചൊല്ലുകൾ അറിയാം. അപ്പൊ ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് റൈറ്റ് അറ്റ്ലീസ്റ്റ് 10 നമ്പേഴ്സ്. 10 എണ്ണം അറ്റ്ലീസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എത്ര വേണമെങ്കിലും എഴുതാം, പക്ഷെ നമ്മളുടെ റെക്കോർഡിലെ നമ്പർ ഓഫ് പേജസ് ഓർക്കണം. അപ്പൊ ഫസ്റ്റ് ആക്ടിവിറ്റി അതിലെ പ്രോവേർബ്സ് ആണ്, പഴഞ്ചൊല്ലുകൾ. പിന്നെ അടുത്ത സെഷൻ വന്നിരിക്കുന്ന റിഡിൽസ് ഉണ്ട്, അതുപോലെ പസിൽസ് ഉണ്ട്. നമ്മൾ മലയാളത്തിൽ നമ്മൾ ചെറുപ്പം തുടങ്ങിയ നമ്മൾ കടങ്കഥകൾ കേട്ടിട്ടില്ലേ? കേൾക്കുമ്പോ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോ തോന്നും സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോ തോന്നും വേറെ എന്തോ ആണെന്ന്, പക്ഷെ അതിന്റെ ആൻസർ വേറെ ആയിരിക്കും. എന്താ അമ്മ വെളുത്ത് മോള് കറുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയില്ല, പക്ഷെ അവിടെ അമ്മയും മോളും ഒന്നുമില്ല, ആൻസർ വേറെയാണ് അല്ലെ. പിന്നെ 4 പേര് ഒരുമിച്ച് പോയി തിരിച്ചു വന്നപ്പോ ഒറ്റ കളറായി എന്ന് പറഞ്ഞാൽ നമ്മൾ മുറുക്കാൻ പറയും. പക്ഷെ പറയുന്ന സ്റ്റേറ്റ്മെന്റുമായിട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസർ വരുന്നതല്ലേ കടങ്കഥകള്. ക്ലിയർ ആയില്ലേ? ഓക്കെ.
അത് റിഡിൽസിൽ വരും. അവിടെയും അറ്റ്ലീസ്റ്റ് 10 നമ്പേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പസിൽസ് ഉണ്ട്, അവിടെയും 10 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഈ പസിൽ എന്ന് പറയുമ്പോൾ കുസൃതി ചോദ്യങ്ങൾ അല്ലെ? നമ്മൾ പറയില്ലേ ഇംഗ്ലീഷ് ആൽഫബറ്റില് തണുപ്പ് കൂടിയ ലെറ്റർ ഏതാന്നൊക്കെ ചോദിച്ചിട്ട് നമ്മള് ഒരു അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇല്ലേ? കുസൃതി ചോദ്യങ്ങള്. അതിനകത്ത് എന്തൊക്കെയോ ഒരു നോട്ടിനെസ് ഉണ്ടായിരിക്കും ആ ക്വസ്റ്റ്യനില് അല്ലെ? കുസൃതി ചോദ്യങ്ങൾ എന്ന് പറയില്ലേ? പിന്നെ ഈ പസിൽസ് തന്നെ പല രീതിയിൽ വരും. നിങ്ങൾക്ക് പിക്ചർ പസിലുണ്ട്, വേർഡ് പസിലുണ്ട്, അതുപോലെ തന്നെ നമ്പർ പസിൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് പസിൽ വേണമെങ്കിലും എഴുതാം. പക്ഷെ നമുക്ക് വേറൊരു റെക്കോർഡ് ഉണ്ട്, 4ാമത്തെ റെക്കോർഡായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്. അതിൽ നമുക്ക് എല്ലാ പസിൽസും വരണം. പിക്ചർ പസിൽ വരണം, വേർഡ് പസിൽ വരണം, നമ്പർ പസിൽ വരണം, പിന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത് വരണം. അങ്ങനെ അങ്ങനെ അതിൽ പല രീതിയിലുള്ള പസിൽസ് നമുക്ക് ചേർക്കണം. നിങ്ങൾ ഓൾറെഡി ഇതിനകത്ത് പിക്ചറും നമ്പറും ക്രോസ് വേർഡ് പസിലും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ മറ്റേ ബുക്കിനകത്ത് 4ാമത്തെ റെക്കോർഡായ പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്കിലേക്ക് വരുമ്പോൾ സെയിം തന്നെ അതിൽ എഴുതാൻ പറ്റില്ല, കണ്ടുപിടിക്കണം. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ മാം, ഇതുവരെ റെക്കോർഡ് ബുക്കിനകത്ത് ഏതെങ്കിലും വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ 2-3 ക്ലാസ് കയറാൻ പറ്റിയില്ലായിരുന്നു. റെക്കോർഡ് ബുക്ക് വാങ്ങിച്ചിട്ടേ ഉള്ളൂ, എല്ലാവരും എഴുതാൻ തുടങ്ങണേ ഉള്ളൂ. അതിന് എങ്ങനെ എഴുതണം എന്നാണ് ഞാനിപ്പോ പറയാൻ തുടങ്ങുന്നത്. ഓക്കെ മാം, ഓക്കെ. അപ്പൊ പസിൽസ് ഞാൻ എന്റെ റെക്കോർഡ് എടുത്തൊന്ന് അടുത്ത് വെക്കണ്ടായിരുന്നു, ഞാനത് വിട്ടുപോയി. ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് 2 മിനിറ്റ്സ് തന്നാൽ ഞാൻ വേഗം അത് എടുത്തു. ഓക്കെ, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ്സ് തരാമോ? ഞാൻ എടുത്തോണ്ട് വരട്ടെ? ഓക്കെ മാം. ഓക്കെ, ഹലോ. ഫസ്റ്റ് വൺ പ്രോവേർബ്സ്. ഇപ്പൊ ഇംഗ്ലീഷിൽ എഴുതാൻ ആർക്കെങ്കിലും ഒരു വിഷമമായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ ആ സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുക. റെക്കോർഡിൽ എഴുതരുത്, പേപ്പറിൽ എഴുതുക. എന്നിട്ട് ലേറ്റർ പിന്നീട് അത് ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റുക. നമുക്ക് വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും ഹെൽപ്പ് ചോദിക്കാം. നമ്മുടെ കുട്ടികളുടെ ചോദിക്കാം, നമ്മുടെ ഫ്രണ്ട്സിന്റെ ചോദിക്കാം, നമ്മളുടെ സിബ്ലിങ്സ് ആരെങ്കിലും, ബ്രദർ സിസ്റ്റർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കാം. അതൊന്നും പ്രശ്നമില്ല. അപ്പൊ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് പ്രോവേർബ്സ് ആയിരുന്നു, പഴഞ്ചൊല്ലുകള്. 10 എണ്ണം മിനിമം എഴുതണം എന്ന് പറഞ്ഞു. നമ്മൾ പറയാറില്ലേ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ടു മെനി കുക്സ് സ്പോയിൽ ദ ഡിഷ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ലുക്ക് ബിഫോർ യു ലീപ്. പിന്നെ ഡോണ്ട് ബൈറ്റ് ദ ഹാൻഡ് ദാറ്റ് ഫീഡ്സ് യു. ഇപ്പം ഗൂഗിൾ ഒത്തിരി ഉള്ളത് കാരണം നിങ്ങൾക്ക് ഒത്തിരി പ്രോവേർബ്സ് കിട്ടും. അതിൽ നല്ലത്, വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നത്, ചെറിയ സെന്റൻസിൽ വരുന്ന, ഒറ്റ സെന്റൻസിൽ വരുന്ന സിമ്പിൾ ആയി തോന്നുന്ന പ്രോവർബ് അതിൽ നിന്ന് എടുത്തോളൂ. അതൊന്നും പ്രശ്നമില്ല. പ്രോവർബ്സ് എഴുതുമ്പോ നമ്മൾ ഇന്ന സബ്ജക്റ്റിൽ എന്തെങ്കിലും ഒരു വിഷയം കൊടുത്തിട്ടുണ്ടോ, അതോ നമുക്ക് ഇഷ്ടം? അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഏത് ഭാഗത്തു നിന്നുള്ള പ്രോവർബ് വേണമെങ്കിലും എഴുതാം. ഇത് വേണം. ആ പ്രോവർബിൽ ശരിക്കൊരു മെസ്സേജ് ഉള്ളതായിരിക്കുമല്ലോ മിക്ക പ്രോവർബും. മിക്ക തന്നെ എല്ലാ പ്രോവർബും തന്നെ. എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് മാൻ അല്ലെ? റോളിംഗ് സ്റ്റോൺ ഗ്യാദേഴ്സ് നോ മോസ്. ഉരുളും കല്ലിൽ പായൽ പിടിക്കില്ല എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടില്ലേ? മാക്സിമം എത്ര എഴുതണം അങ്ങനെയുണ്ടോ? മിനിമം 10 ആണ്. മാക്സിമം ഞാൻ പറയാത്തത് കാരണം വെച്ചാൽ നമ്മുടെ റെക്കോർഡ് ബുക്കിന്റെ നമ്പർ ഓഫ് പേജസ്, നിങ്ങൾക്ക് തന്ന ആക്ടിവിറ്റി എന്തോരം ഉണ്ടെന്ന് നോക്കിയിട്ട് എഴുതുക. പിന്നെ എപ്പോഴും എഴുതുമ്പോ വൺ സൈഡ് റൈറ്റ് സൈഡിൽ എഴുതുക. നമുക്ക് പിക്ചർ വരുന്ന ഇതുണ്ട്, അത് വരുമ്പോഴാണ് ലെഫ്റ്റ് സൈഡിൽ പിക്ചർ ഒട്ടിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് റൈറ്റ് സൈഡിലേക്ക് പോകുന്നത്. ഇതിലൊന്നും പിക്ചർ ഒന്നുമില്ല, റൈറ്റ് സൈഡിൽ മാത്രം എഴുതി പോവുക. റെക്കോർഡ് ബുക്കിന്റെ സ്റ്റാൻഡേർഡ് അങ്ങനെയാണല്ലോ. നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതും, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ അതിന് പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ ഒട്ടിക്കും. നമുക്കിപ്പോ പ്രോവർബ്സിനൊന്നും പിക്ചേഴ്സ് ഇല്ല. അപ്പൊ പ്രോവർബ് മനസ്സിലായല്ലോ? ഒരു 10 ഞാനിവിടെ ആദ്യത്തെയാണോ ഇതിനകത്ത് എഴുതേണ്ട റെക്കോർഡ് ബുക്കിനകത്ത്? റെക്കോർഡ് ബുക്കിൽ എഴുതി. ഞാൻ തന്നില്ലേ ഒരു ഡീറ്റെയിൽസ് തന്നില്ലേ? മൈ കളക്ഷൻ ബുക്ക് എന്നുള്ള റെക്കോർഡ് ബുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? അതിലെ ഫസ്റ്റ് ആക്ടിവിറ്റി പ്രോവർബ് ആണ് പറഞ്ഞത്. കൂടി തന്നെയാണോ എഴുതണ്ടേ? ഏതോ ഒരു റെക്കോർഡിൽ തന്നെയാണോ എഴുതുന്നത്?
അതെ അതെ, മൈ കളക്ഷൻ ബുക്ക് എന്നുള്ള ഒറ്റ റെക്കോർഡാണത്. കണ്ടോ? കണ്ടില്ല? എന്താ പ്രോവർബ് എഴുതിയേക്കണ കണ്ടില്ല എന്നാണോ പറഞ്ഞേ? കാണാൻ പറ്റുന്നുണ്ടോ? പ്രയർ സോങ് എഴുതണ്ടേ? ക്ലിയർ ആവുന്നില്ല മാം. മാം എന്തോ ഒരു ക്ലിയർ ആവുന്നില്ല റെക്കോർഡ് കാണുന്നത്. അത് പ്രയർ അല്ലേ പറഞ്ഞിരുന്നത്? പ്രയർ സോങ് എഴുതേണ്ട റെക്കോർഡ് ബുക്ക് വേറെയാണ്, അത് ആയിട്ടില്ല. ഞാൻ കാണിച്ചത് ക്ലിയർ ആയില്ലെന്നാണോ പറഞ്ഞേ? ക്ലിയർ ആണ്. പറഞ്ഞത് മനസ്സിലായില്ല. ആണ്. നമ്മള് ഫസ്റ്റ് റെക്കോർഡ് ബുക്ക് അത് കാണാൻ ചിലപ്പോ പറ്റാത്തതിന് കാരണം ഞാൻ ചെറുതായിട്ട് എഴുതിയേക്കുന്നേ, പിന്നെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ടായിരിക്കാം. അപ്പൊ ആദ്യം പ്രോവേർബ്സ് ഞാനൊരു 20 എഴുതിയിട്ടുണ്ട്. 20 എനിക്ക് 2 പേജിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ ഞാൻ നിർത്തി. അടുത്തത് എഴുതുമ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതരുത്, നെക്സ്റ്റ് പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എല്ലാ ആക്ടിവിറ്റിയും ഫ്രഷ് പേജിൽ നിന്ന് കേട്ടോ. നമ്മൾ നോട്ട്സ് എഴുതുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതരുത്. പ്രോവേർബ്സ് കഴിഞ്ഞു, ആ പേജ് കഴിഞ്ഞു. അടുത്തത് ഞാൻ സ്മിത കേട്ടില്ല, ക്ലിയർ ആയില്ല. അത് പിന്നെ ബ്ലൂ പെന്നോ അല്ലെങ്കിൽ പിന്നെ ബ്ലാക്ക് പെന്നോ മാത്രമാണ്. കാരണം നമ്മൾ ഹെഡ്ലൈൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ എന്താ കളർ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. അതൊക്കെ എങ്ങനെയൊക്കെ അത് കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യാമോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി ഹെഡിങ് കൊടുക്കുന്നത് ബ്ലാക്ക് കൊടുത്തിട്ട് റൈറ്റിംഗ് ബ്ലൂ ചെയ്യണം, അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഒരു കണ്ടന്റ് എഴുതി പകുതിക്ക് വെച്ചിട്ട് വേറൊരു കളർ, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അടുത്തത് റിഡിൽസ് ആണ്. ഞാൻ റിഡിൽസും പസിൽസും ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത്. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? ഹലോ, അതെ, ഈ ഓരോ ആക്ടിവിറ്റി ഇങ്ങനെ തന്നിട്ടുണ്ടല്ലോ, അത് ഒരു റെക്കോർഡിലാണോ എല്ലാം എഴുതേണ്ടത്? 5 റെക്കോർഡ് നമുക്ക് ഉണ്ടല്ലോ. 5 റെക്കോർഡിൽ ഒന്നാമത്തെ റെക്കോർഡിൽ വേണ്ടുന്ന കാര്യങ്ങളെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി. ഒന്നാമത്തെ റെക്കോർഡിൽ ഞാൻ ഏകദേശം 15 ആക്ടിവിറ്റീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതൽ പേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കൂടുതൽ ചേർക്കാം, പേജ് ഉണ്ടെങ്കിൽ കേട്ടോ. ഈ 15 ആക്ടിവിറ്റീസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് പേജസ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞ ഒരു 10 പേജോളം ബാക്കിയുണ്ട്. ഇഷ്ടം നമുക്ക് കൂടുതൽ. ഞാനിതൊരു 6 വർഷം മുമ്പ് ചെയ്താലേ ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അപ്പൊ റിഡിൽസ് ആൻഡ് പസിൽസ് ഞാൻ ഒരുമിച്ചാ ചേർത്ത്. റിഡിൽസ് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ വേറെന്തോ തോന്നും, പക്ഷെ ആൻസർ വേറെ ആയിരിക്കും. വാട്ട് ഹാസ് എ ഫേസ് ആൻഡ് 2 ഹാൻഡ്സ് ബട്ട് നോ ആംസ് ഓർ ലെഗ്സ്. ഫേസ് ഉണ്ട്, 2 കൈയുണ്ട്, പക്ഷെ ആം അല്ലെങ്കിൽ ലെഗ്, ആം പോർഷൻ ഇല്ലേ, അതോ ലെഗും ഇല്ല എന്നാണ് പറയുന്നത്. ക്ലോക്ക്. വിച്ച് ലെറ്റർ ഓഫ് ദ ആൽഫബറ്റ് ഹാസ് ദി മോസ്റ്റ് വാട്ടർ? ഏറ്റവും കൂടുതൽ വെള്ളമുള്ള ലെറ്റർ ഏതാണ്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. വാട്ട് ഹാസ് ടു ബ്രോക്കൺ ബിഫോർ യു ക്യാൻ യൂസ് ഇറ്റ്? ഉപയോഗിക്കുന്നതിന് മുമ്പ് പൊട്ടിക്കേണ്ടത് ഏതാ? എഗ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് റിഡിൽസ് വരും. റിഡിൽസും ഈ പസിൽസും തമ്മിൽ നമുക്ക് എപ്പോഴും ഒന്ന് മാറിപ്പോവായിരിക്കും, ഒരു കൺഫ്യൂഷൻ വരും. പസിൽസിന്റെ എന്തോ ആൻസറും എഴുതണം. ഇതിന്റെ ആൻസർ എഴുതണം. ഈ പറഞ്ഞതിന്റെ എല്ലാം ആൻസർ ആദ്യം ക്വസ്റ്റ്യൻ എഴുതി വെക്കുക, എന്നിട്ട് ആൻസർ എഴുതുക. അങ്ങനെയാണ് ഞാൻ 10 എഴുതിയിട്ടുണ്ട് റിഡിൽസ്. പസിൽസ് വരുമ്പോ നമുക്ക് കേട്ടിട്ടില്ലേ, ദ ഡേ ആഫ്റ്റർ ടുമാറോ ഈസ് ദ 3rd ഡേ ആഫ്റ്റർ വെനസ്ഡേ, വിച്ച് ഡേ വാസ് ദ ഡേ ബിഫോർ യെസ്റ്റർഡേ. അങ്ങനെ ഡേയ്സ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ? അതെ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ? അതായത് എന്റെ അമ്മയുടെ ചേച്ചിയുടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ? എക്സാമിന് ഉണ്ടാവുന്ന പോലെ അല്ലേ? മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഹരി ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഗോപാൽ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഗോപാൽ ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഹരി. ഹൗ ഈസ് ദിസ് പോസിബിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ? ബോത്ത് ആർ സ്റ്റാൻഡിങ് വിത്ത് ദെയർ ബാക്സ് ടുവേർഡ്സ് ഈച്ച് അതർ. പേടിക്കണ്ട കേട്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ കിട്ടും. ഞങ്ങൾക്കൊന്നും അന്ന് ഗൂഗിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു.
if you remove a letter from the word fold, 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 അതിൽ നിന്ന് ഒരു ലെറ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ you get the word that complete the following sentence. ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, അതില് ഫോൾഡ് എന്നുള്ള വേർഡിൽ നിന്ന് ഒരു ലെറ്റർ റിമൂവ് ചെയ്താൽ ആ സെന്റൻസ് ഇൻകംപ്ലീറ്റ് ആ. അവിടെ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. I am 9 years dash Old. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുസൃതി ചോദ്യങ്ങളിൽ നമുക്ക് കൊടുക്കാം. പിന്നെ ക്യാൻ യു നെയിം 3 consecutive days without using the words Monday, Tuesday, Wednesday, Thursday, Friday, Saturday and Sunday. 3 അടുത്തടുത്ത് വരുന്ന 3 ദിവസങ്ങൾ പറയണം. പക്ഷേ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. Yesterday, today, tomorrow. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഇല്ലേ? ഇപ്പൊ ക്ലിയർ ആയില്ലേ പസിൽസിൽ എന്തൊക്കെ വരണം എന്നുള്ളത്? മാം അപ്പൊ ഒരു കാര്യം ചോദിച്ചേട്ടെ, ഇത് 3 കൂടി കൂട്ടിയാണോ 10 എഴുതാൻ പറഞ്ഞത്? റിഡിൽസ് 10, പസിൽസ് 10, അങ്ങനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ മാം. ക്ലിയർ ആയില്ലേ? അത് കഴിഞ്ഞു. യെസ് മാം. യെസ്. പിന്നെ ട്രഡീഷണൽ എല്ലാം വരേണ്ടത് മാം ഡൗട്ടും കൂടെ. ആ. മാം ഒരു ഡൗട്ടും കൂടെ, ഇതെല്ലാം ആദ്യം പറഞ്ഞ റെക്കോർഡ് ബുക്ക് ഇതെല്ലാം എഴുതണം. എനിക്കൊന്നും ക്ലിയർ ആയില്ല, ബ്രേക്ക് ആയി ജെസ്സി പറഞ്ഞത്. ഹലോ മാം മാം. ആരെങ്കിലും കേട്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരും. എന്താ ഇല്ല മാം, കട്ട് ആവുന്നുണ്ട്. ഒന്ന് മെസ്സേജ് ഇടും. ഹലോ, ലൂഷിയാണ് ഞാൻ. പസിൽസ് എന്ന് പറഞ്ഞ എന്താ മാം? പസിൽസ് എന്ന് പറഞ്ഞ നമ്മുടെ കുസൃതി ചോദ്യങ്ങളില്ലേ, അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നത്. I am 5-letter word. If you remove one, only 2 letters remain. What word am I? 5-letter word ആണ്. 1 റിമൂവ് ചെയ്താൽ 2 ലെറ്റേഴ്സ് മാത്രമാവും. What word am I? Excuse me, ma'am. Yes. ഈ റിഡിൽസും പസിൽസും 2 പേജിലായിട്ടാണ് എഴുതണ്ടേ? അങ്ങനെ എഴുതാം. ഞാൻ ഒരുമിച്ച് റിഡിൽസ് ആൻഡ് പസിൽസ് എന്ന ഒരു ഹെഡിങ്ങിലാണ് ഞാൻ എഴുതിയത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം. 2 പേജിൽ എഴുതുന്നതിന് കുഴപ്പമില്ല അല്ലെ? ഇല്ല, കുഴപ്പമില്ല. റിഡിൽസ്. ഹലോ, റിഡിൽസ്. റിഡിൽസ് എന്ന് പറഞ്ഞ കടങ്കഥകൾ. പസിൽസ് കുസൃതി ചോദ്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ട്രഡീഷണൽ നോളജ് ഫ്രം ദി എൽഡേഴ്സ്. നമ്മളുടെ വീട്ടില് പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരില്ലേ? ടേക്ക് നോൺ വെജ് ഫുഡ് വിത്ത് മിൽക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തരില്ലേ? മാംഗോ ലീവ്സ് ആൻഡ് നീം സ്റ്റിക്ക് ആർ ഗുഡ് ഫോർ ക്ലീനിങ് ടീത്ത്. പഴയ ആൾക്കാരെ വീട്ടിലിപ്പോ അപ്പൂപ്പൻ അമ്മൂമ്മ അങ്ങനെയൊക്കെ എന്തോ ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത്. പഴഞ്ചൊല്ലാണോ ഉദ്ദേശിച്ചത്? ഇല്ല, ട്രഡീഷണൽ നോളജ് ഫ്രം ദ എൽഡേഴ്സ് അതിലേക്കൊക്കെ വന്നു. പഴഞ്ചൊല്ലൊക്കെ നമ്മൾ കഴിഞ്ഞു. പ്രോവേർബ്സ് പഴഞ്ചൊല്ലായിരുന്നു, റിഡിൽസ് കടങ്കഥകളായിരുന്നു, പസിൽസ് കുസൃതി ചോദ്യങ്ങൾ. അത് കഴിഞ്ഞ് 4ാമത്തെ ആക്ടിവിറ്റിയിൽ വന്നിക്കുക. 15 ഉണ്ട്. എനിക്ക് 15 വേഗം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരണം. അടുത്ത ആക്ടിവിറ്റി ഞാൻ തന്ന ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലില്ലേ? ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്തു. അത് നോക്കൂ. 4ാമത്തെ ട്രഡീഷണൽ നോളജ് ഫ്രം ദി എൽഡേഴ്സ്, അതും 10 അറ്റ്ലീസ്റ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അറിയാലോ, മിക്സ് 1 ടീസ്പൂൺ ഓഫ് ടർമറിക് പൗഡർ ഇൻ മിൽക്ക്. ദിസ് ഈസ് ഗുഡ് റെമഡി ഫോർ കഫ്. നമ്മൾ ശരിക്കും ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ മുറിവോ അങ്ങനെയൊക്കെ പറ്റുന്നവരാണെങ്കിൽ തന്നെയും പാലിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കുടിക്കാനൊക്കെ പറയില്ലേ? പിന്നെ ഇൻസെക്ട് ബൈറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തുളസിയിലേയും മഞ്ഞളും കൂടെ തിരുമിയിട്ട് അവിടെ പുരട്ടുക എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാറില്ലേ? പിന്നെ നമുക്ക് വയറിന് എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ വീട്ടിൽ പറഞ്ഞു തരില്ലേ? വയറിന് എന്തെങ്കിലും അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ പൊടിക്കൈകളാണോ? പക്ഷെ അതില് കുറച്ച് അസുഖത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അത്, വേറെയുള്ള പഴയ നല്ല കാര്യങ്ങൾ കോസ്മെറ്റിക് സൗന്ദര്യ വർദ്ധകൾ അങ്ങനെയുള്ളതും. പിന്നെ ഇതും എഴുതാം.
പറയാറില്ലേ ട്രൈ ടു അവോയ്ഡ് ഗോയിങ് ഔട്ട് അറ്റ് ഓഡ് ടൈംസ്. ആരും പാതിരാത്രി ഒന്നും അങ്ങനെ ഇറങ്ങി പോകരുതെന്നൊക്കെ പറയില്ലേ പണ്ടത്തെ ആൾക്കാര്. പിന്നെ സന്ധ്യക്ക് നമ്മള് കുളിക്കരുത് മാം അങ്ങനെയൊക്കെ പറയും. ഫ്രൈഡേ ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഖം വെട്ടാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നതല്ലേ. നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് മാത്രം എഴുതാം കേട്ടോ. നിങ്ങൾക്ക് അത് അത് ശരിയാണ്, അതൊരു ഫാക്ട് ആണെന്ന് തോന്നുന്നത് മാത്രം എഴുതുക. ഞാൻ അതിനെ കുറിച്ചൊന്നും ഞാൻ കമന്റ് ചെയ്യില്ല. അതുപോലുള്ള കാര്യങ്ങള്. പക്ഷെ അതൊരു ഫാക്ട് ആയിരിക്കണം. ചുമ്മാ അങ്ങനെ അന്ധമായിട്ട് വിശ്വാസം എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ പറയില്ലേ, അതൊന്നും ആവരുത്. ഓക്കെ. അപ്പൊ നമുക്കിത് എഴുതാൻ തുടങ്ങാല്ലേ റെക്കോർഡില്? യെസ്, എഴുതാൻ തുടങ്ങണം. അതിന് നിങ്ങളുടെ സീനിയർ ബാച്ച് ഓൾമോസ്റ്റ് തീർത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് വൺ തീർത്താലേ ഞാൻ സെക്കൻഡ് വൺ തരുള്ളൂ. ഞങ്ങളൊക്കെ ഇത് ലാസ്റ്റ് എഴുതിയത്. ഡേറ്റ് ഉണ്ടോ മാം അതിന്? ഡേറ്റ് വെക്കട്ടെ? ഡേറ്റ് വെക്കുന്നതായിരിക്കും നല്ലത്. ഡേറ്റ് വെച്ചോ മാം? ഡേറ്റ് വെച്ചോ മാം? പിന്നെ എനിക്ക് ചില മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. ഞാൻ നമ്പർ ഇടുന്നതിൽ എനിക്ക് കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ABCD കഴിഞ്ഞിട്ട് വീണ്ടും D ഒക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്തോളണം. പിക്ചേഴ്സ് ഓഫ് വണ്ടർഫുൾ അനിമൽസ് ഓർ ക്രീച്ചേഴ്സ് വിത്ത് ഡീറ്റെയിൽസ്, അത് 5 എണ്ണം എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മള് ചില ഫിഷിനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ, പിരാന. അതൊക്കെ ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്രീച്ചർ അല്ലേ പിരാന എന്ന് പറയുന്നതൊക്കെ. പിന്നെ ഇതുപോലെ ഈ മുള്ളംപന്നിയെ പോലെ ഇരിക്കുന്ന ഒരു ഫിഷിനെ ആണ് ഞാൻ ഒട്ടിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കുറച്ച് വ്യത്യാസമായിട്ട് തോന്നുന്ന ക്രീച്ചർ ഒക്കെ ഉണ്ടാവില്ലേ, പെർക്കുപ്പിൻ ഫിഷ് ഞാൻ ഫിഷ് തന്നെ ആവണമെന്നില്ല, എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ. വണ്ടർഫുൾ അനിമൽസ് ഓർ ക്രീച്ചേഴ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് അത് വരുമ്പോ ബട്ടർഫ്ലൈസ് വരുമോ ടീച്ചറെ? തീർച്ചയായിട്ടും. എക്സ്ക്യൂസ് മീ മാം. യെസ് മാം, അപ്പോ ഈ ഇപ്പൊ ക്രീച്ചേഴ്സിനെ പറ്റി ഡീറ്റെയിൽസ് ചെയ്യാൻ പറഞ്ഞില്ലേ, അപ്പൊ പിക്ചർ ലെഫ്റ്റ് സൈഡിലും ഡീറ്റെയിൽ റൈറ്റ് സൈഡിലായിട്ടാണോ എഴുതണ്ടേ, അതോ കണ്ടിന്യൂ? ചെറിയ പാരഗ്രാഫ് മതി, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ടല്ലേ? വലിയ എസ്സേ ഒന്നും വേണ്ട. 2 പിക്ചർ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിച്ചെങ്കിൽ ആ 2നെ കുറിച്ചുള്ള കാര്യങ്ങൾ ആ റൈറ്റ് സൈഡിലെ പേജിൽ വരുന്ന രീതിയിൽ എഴുതാം. അത്രയും കാര്യങ്ങൾ മതിയാവും. 5 എണ്ണം. മാം ഇൻഡെക്സ് എഴുതണോ? ഇൻഡെക്സ് എഴുതണം. ഓരോന്നും നിങ്ങൾ ചെയ്തു പോകുമ്പോ ഇൻഡെക്സ് എഴുതി പൊക്കോളണം. നമുക്ക് ആ റെക്കോർഡ് ബുക്കിൽ ഇൻഡെക്സ് പേജ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞില്ലേ, പിന്നെ ഡിജിറ്റൽ പെയിന്റിംഗ് എന്നോട് ആരൊക്കെയോ എന്താണ്? ഇൻഡെക്സ് പേജിന്റെ ഒരു കോപ്പി ഇട്ടേക്കാമോ ക്ലാസ് റൂമില്? ഞാൻ തന്നെ വലിയ മടിച്ചായിരുന്നു. ഇൻഡെക്സ് പേജ് മുഴുവൻ ആക്കിയിട്ടേ ഇല്ല എന്റെ റെക്കോർഡില്. ഇൻഡെക്സ് പേജ് എന്താ? പേജ് നമ്പർ ഉണ്ട്. പേജ് നമ്പർ എഴുതി പോകാതെ പ്രോവർബ്സ്. അതിലെ കണ്ടന്റുകൾ എന്താന്ന് വേണ്ടത് നോക്കി ഗ്രാസ്പ് ചെയ്യാൻ. കണ്ടന്റ് ഞാൻ തന്നില്ലേ? ഞാൻ തന്ന മൈ കളക്ഷൻ ബുക്കിൽ ഞാൻ തന്ന കണ്ടന്റ്സ് ആവണം ഇൻഡെക്സ് പേജില്. ഹെഡിങ്ങും അതിന്റെ പേജ് നമ്പേഴ്സും അല്ലേ? റെക്കോർഡിന് അവസാനം മാർക്കൊക്കെ ഉണ്ടോ ടീച്ചറെ? റെക്കോർഡിന്റെ മാർക്ക് ലാസ്റ്റ് വൈവേയിൽ തരും. കാരണം നിങ്ങളോട് സബ്മിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തൊന്നും തരാൻ നമുക്ക് നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ പറ്റില്ലല്ലോ. അപ്പൊ ലാസ്റ്റ് വൈവ സമയത്ത് ഓരോ റെക്കോർഡ് ബുക്ക് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ സമയത്ത് അപ്പൊ നമുക്ക് മനസ്സിലാകും റെക്കോർഡ് എത്രത്തോളം എത്ര നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നുള്ള വൈവയിലെ ആൻസറിൽ മനസ്സിലാവുമല്ലോ. അപ്പോഴായിരിക്കും അതിന്റെ മാർക്ക് വരിക. ഓക്കെ. വീഡിയോ പ്രസന്റേഷൻ വൈവ സമയത്ത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാം. നമുക്ക് കൂടുതൽ ടൈം ഉണ്ടാവില്ല, ഇത്രയും കുട്ടികളില്ലേ. റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പേജ് ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്യുക അത് പറ്റില്ല. അപ്പം മേ ബി റാൻഡം ആയിട്ട് സബ്മിറ്റ് ചെയ്യിക്കും. അതായത് ഇപ്പം ഞാൻ സ്മിതയുടെ അടുത്ത് പറയും ട്രഡീഷണൽ നോളജ് ഫ്രം ദ എൽഡേഴ്സ് അത് മാത്രം സബ്മിറ്റ് ചെയ്യാൻ പറയുവാണെങ്കിൽ, ഞാൻ സുധിയുടെ അടുത്ത് വേറെ ആയിരിക്കും പറയാം, വണ്ടർഫുൾ ക്രീച്ചേഴ്സ് ആയിരിക്കും പറയാം. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. അങ്ങനെ ഏതെങ്കിലും റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യാൻ പറയും റെക്കോർഡിൽ.
ഡിജിറ്റൽ പെയിന്റിങ് നമ്മൾ MS പെയിന്റിങ് ചെയ്യില്ലേ നമ്മളുടെ കമ്പ്യൂട്ടറിൽ, അതാണ്. കൊച്ചു കുട്ടികൾ വരെ അത് എടുത്തിട്ട് ഇങ്ങനെ കളർ ചെയ്യുന്ന കാണാം അല്ലെ. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെയോ അല്ലെങ്കിൽ അനിയത്തിയോ അനിയനോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് അതിൽ ചെയ്യാം. പക്ഷെ ഒരു കാര്യം മാത്രം, എല്ലാവർക്കും കളർ പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് സാധാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ഔട്ട് എടുക്കാം. പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ ക്രയോൺസ് കൊണ്ട് കളർ ചെയ്യാം. ഈ വീട്ടിൽ കളർ പ്രിന്റ് ഔട്ട് എടുക്കാൻ സൗകര്യമുള്ളവർ കളർ പ്രിന്റ് ഔട്ട് എടുത്ത് സബ്മിറ്റ് ചെയ്തോളൂ. അല്ലാത്തവർക്ക് ആണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ പറഞ്ഞത്. കാരണം കളർ പ്രിന്റ് ഔട്ട് എടുത്ത് നമ്മൾ ഷോപ്പിൽ പോയി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ചാർജ് ആവും. അതുകൊണ്ട് നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ക്രയോൺസ് വെച്ച് കളർ ചെയ്താൽ മതി. നമുക്ക് ഏറ്റവും എളുപ്പമായിരിക്കും വീട്, ഇത് സൂര്യൻ, ഇങ്ങനെ മരങ്ങളൊക്കെ വരയ്ക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇത് പ്രിന്റ് എടുക്കാതെ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? മാർക്കറൊക്കെ വെച്ചിട്ട് ഇതുപോലെ? അപ്പൊ പിന്നെ ഡിജിറ്റൽ പെയിന്റിംഗ് ആയില്ലല്ലോ, നമ്മുടെ ഹാൻഡ്. ടീച്ചറെ നമ്മളിത് കമ്പ്യൂട്ടർ ചെയ്തിട്ട് വേണം? നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്യണം. കാരണം അതൊന്ന് പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യാൻ പറയാം. കാരണം നമ്മൾ കുട്ടികളെ കമ്പ്യൂട്ടർ ജസ്റ്റ് ബേസിക് പഠിപ്പിക്കുമ്പോൾ അവരെ ഇത് പഠിപ്പിക്കാൻ നമ്മൾക്ക് അറിയണ്ടേ. MS പെയിന്റിംഗ് നമ്മൾ പെയിന്റ് ചെയ്തിട്ട് പ്രിന്റ് എടുക്കണോ അല്ലേ? നമ്മൾ ഇതുപോലെ മനസ്സിലായില്ലേ, ഞാൻ അതിനകത്ത് മലയും സൂര്യനും പ്രിന്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തിട്ട് ക്രയോൺസ് വെച്ചിട്ട് കളർ ചെയ്താൽ മതി കേട്ടോ. കളർ പ്രിന്റ് എടുക്കണ്ട. കളർ പ്രിന്റ് എടുത്താൽ നമുക്ക് ഇതുപോലത്തെ പിക്ചേഴ്സ് ആകുമ്പോൾ ഭയങ്കര കളർ വരും. ചിലപ്പോൾ അവർ ചാർജ് കൂടുതൽ ചെയ്യുമായിരിക്കും. മാം അതുപോലെ നമ്മൾ ഈ ഡിജിറ്റൽ പ്രിന്റിങ്ങിന് കൂടുതൽ എന്തെങ്കിലും എഴുതണോ അതോ ജസ്റ്റ് പിക്ചർ പിക്ചർ ഒട്ടിച്ച് വെച്ചാൽ വേണം? ഒരെണ്ണേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾക്ക് 3 ഉണ്ടായിരുന്നു. ഞാൻ മിനിമം 1 ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ സൈഡിലാണ് ഡിജിറ്റൽ പെയിന്റിംഗ് എഴുതിയത്. എനിക്കൊരു സംശയം, പേജ് തികയോ എന്നുള്ള സംശയം. വേണമെങ്കിൽ നിങ്ങൾക്കൊരു പേജിന്റെ നടുക്ക് ഡിജിറ്റൽ പെയിന്റിംഗ് എഴുതി ആ പേജ് വിട്ടിട്ട് അടുത്ത റൈറ്റ് സൈഡ് പേജിൽ പെയിന്റ് ഒട്ടിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, പിക്ചർ ഒട്ടിക്കോ ചെയ്യാം. കുറെ എഴുതാൻ ലാസ്റ്റ് വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ സൈഡില് മാത്രം, നമുക്ക് ഒരെണ്ണല്ലേ ഉള്ളൂ, മിനിമം 1 അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സൈഡിൽ എഴുതിയിട്ട് ഹെഡിങ് കൊടുത്തിട്ട് ഈ സൈഡിൽ പിക്ചർ ഒട്ടിച്ച് വെക്കാം. അതായിരിക്കും നല്ലത്. അല്ലാണ്ട് ഇവിടെ നമുക്ക് എഴുതാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിക്ചർ ഇവിടെ ഒട്ടിച്ച് ഇവിടെ അതിന്റെ ഹെഡിങ് കൊടുത്തത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് അടുത്തത് വളരെ ഈസി ആയിരിക്കും. LKG UKG പിള്ളേരുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ചാർട്ട് വാങ്ങാനായിട്ട് കിട്ടും. കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ്. അതൊരു വലിയ ഹെഡിങ് അല്ല, അതിന്റെ താഴെ കുറെ സബ് ഹെഡിങ്സ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പേജില് സെന്ററിൽ അങ്ങനെ എഴുതി. അതിന്റെ താഴെ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. ഡൊമസ്റ്റിക് ആനിമൽസ് ഒന്നും കൂടെ പറയാവോ? അതായത് ഏതാ കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് ആണോ? അതിന്റെ താഴെ ഒരു 15 കാര്യങ്ങൾ വരുന്നുണ്ട്. ആ ആക്ടിവിറ്റിക്ക് സബ് ഹെഡിങ് ആയിട്ട് 15 എണ്ണം ഉണ്ട്. 15 കൂടുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കാരണം ഫസ്റ്റ് ബാച്ചിൽ അവര് ഞങ്ങൾ എഴുതിക്കോട്ടെ അത് എഴുതിക്കോട്ടെ എന്നോടാണോ വിദ്യ? കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് എന്നുള്ളത് ഒരു റൈറ്റ് സൈഡിലെ പേജ് എടുക്കുക, അതിന്റെ സെന്ററിൽ എഴുതുക. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് വൺ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡൊമസ്റ്റിക് ആനിമൽസ് മിനിമം 5. ഒന്നും എഴുതണ്ട, സിമ്പിൾ പിക്ചർ ഒട്ടിച്ച് പോയാൽ മതി. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസും വേണ്ട. എളുപ്പല്ലേ? അപ്പൊ ആ റെക്കോർഡ് നമുക്ക് പെട്ടെന്ന് തീർക്കാം. ആ തുടക്കം പറഞ്ഞ പ്രോവേർബ്സ്, റിഡിൽസ്, പസിൽസ് ഒക്കെയല്ലേ എന്തെങ്കിലുമൊക്കെ എഴുതാനുള്ളൂ. പിന്നെ വണ്ടർഫുൾ ക്രീച്ചേഴ്സും ഒക്കെയല്ലേ എഴുതാനുള്ളൂ. ഇതിന് ഫുൾ നമ്മൾ സ്റ്റിക്കിങ് എല്ലാം ഒട്ടിക്കലാണ്. നെയിം അതിൽ തന്നെ ഉണ്ടല്ലേ? നെയിം അതിൽ തന്നെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് എഴുതിയും വെക്കാം ഇനി അഥവാ ഇല്ലെങ്കിൽ. ഞാൻ മിനിമം 5 എന്ന് കൊടുത്തിട്ടുണ്ട്. മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ ഒട്ടിച്ചു വെക്കാം. ആക്ടിവിറ്റി ആണ്. അതെ, ഞാൻ ഡൊമസ്റ്റിക് ആനിമൽസ് ഏകദേശം ഒരു പേജിൽ കംപ്ലീറ്റ് അങ്ങോട്ട് ഒട്ടിക്കുക അല്ലേ? ഞാനൊരു 3-4 പേജിലൊരു 10-12 കൊടുത്തിട്ടുണ്ട്. ഒരു ഡൊമസ്റ്റിക് ആനിമൽ വേണ്ടത് ഒരു ഓപ്ഷൻസും ഒന്നും മാത്രല്ലേ, പിന്നെ അത് കൂടാണ്ട് 14 എണ്ണോ എന്താ പറഞ്ഞ? അല്ല, 15 ഡൊമസ്റ്റിക് ആനിമൽസ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് മിനിമം 5 ആ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോ പിക്ചർ കിട്ടുമ്പോ കുറെ കിട്ടുമായിരിക്കും. മാം, അപ്പൊ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒന്നും എഴുതണ്ടല്ലോ? ലെഫ്റ്റ് സൈഡിൽ ഒന്നും എഴുതണ്ട. നെയിം അങ്ങനെ കൊടുത്താ പോരെ?
മതി. ഇവിടെ തന്നെ വൈൽഡ് അനിമൽസ് ഞാൻ ഇവിടെ ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ താഴെ ഒട്ടിച്ചു പോവുമായിരുന്നു. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇപ്പുറത്ത് എഴുതണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇവിടെ വൈൽഡ് അനിമൽസ് എഴുതി ഒട്ടിച്ചു പോവാം, അങ്ങനെ ചെയ്യാം. ഡിപ്പെൻസ്. ഞാൻ അന്ന് ചെയ്തപ്പം എന്റെ ഒരു ലോജിക് വെച്ച് ഞാൻ അങ്ങനെ ചെയ്തു. എനിക്ക് ഇവിടെ എഴുതാമായിരുന്നു, കുറച്ചുകൂടെ വൃത്തി അതാവുമായിരുന്നു എന്ന് തോന്നുന്നു. വൈൽഡ് അനിമൽസ് ഇവിടെ കൊടുത്തിട്ട് പിക്ചേഴ്സ് എല്ലാം ഇങ്ങനെ ഒട്ടിച്ചങ്ങ് തീർത്തായിരുന്നു. ഓരോ പേജിൽ ഓരോന്നാണ് ഒട്ടിക്കണ്ടേ? ഞാൻ 4 എണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. അതിനുള്ള സ്പേസ് ആണ്. അത്രയും വലിപ്പമുള്ള പിക്ചർ ആയതുകൊണ്ട് 4 എണ്ണം. മേ ബി 6 എണ്ണം ഒട്ടിക്കാതിരിക്കാം. ഞാൻ കുറച്ച് ഗ്യാപ്പ് കിട്ടും, അതുകൊണ്ടായിരിക്കും 4 എണ്ണം പറ്റിയത്. നിങ്ങൾക്ക് LKG UKG പിള്ളേരുടെ ടെക്സ്റ്റ് പഴയതുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടും. അത് കൂടാതെ ഈ പേപ്പർ മാർട്ടിലൊക്കെ ഷീറ്റ് വാങ്ങാൻ കിട്ടില്ലേ, അനിമൽസിന്റെ ബേർഡ്സിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഫിഷസ് കൂടാതെ വാട്ടർ അനിമൽസ് സെപ്പറേറ്റ് ചെയ്യട്ടെ എന്നൊക്കെ എന്നോട് ഫസ്റ്റ് ഇയറിലെ കുട്ടികൾ ചെയ്തു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നോ പ്രോബ്ലം. ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ട്രീസ്, ഇതെല്ലാം മിനിമം 5 പറഞ്ഞിരുന്നേ. പിന്നെ ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ് പറഞ്ഞിരുന്നു. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, നമ്മുടെ കിച്ചണിലാകാം, അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾക്കുള്ളതാകാം. ഇലക്ട്രിക് ബൾബ്, മിക്സി, റെഫ്രിജറേറ്റർ, ടെലിവിഷൻ, അതൊക്കെ ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സിൽ വരും. മ്യൂസിക് സിസ്റ്റം, മൈക്രോവേവ് ഓവൻ, വാഷിംഗ് മെഷീൻ. ഞാൻ പിന്നീട് ഒട്ടിക്കാൻ തുടങ്ങിയപ്പോ എനിക്കൊരു സംശയം, എനിക്ക് പേജ് തികഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ലെഫ്റ്റിന്നും ഒട്ടിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് തുടങ്ങി അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. കാരണം ഇനി നമുക്ക് എഴുതാനും ഒന്നുമില്ല, ഫുൾ പിക്ചേഴ്സേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്തു പോകും. എനിക്ക് ആ ഒരു സംശയം തോന്നി, പേജ് തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ലെഫ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങി. ഈ പിക്ചേഴ്സ് ഒട്ടിക്കാൻ, അതായത് കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസും നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് റൂം എക്യുപ്മെന്റ്സ്. ക്ലാസ് റൂമിൽ എക്യുപ്മെന്റ്സ് എന്തൊക്കെ വരാം? ഡസ്റ്റർ വരാം, പിന്നെ ഡസ്റ്റ്ബിൻ വരാം, ക്ലാസ് റൂമിന്റെ കോർണറിൽ വെക്കാറുണ്ടല്ലോ. പിന്നെ ബോർഡ് വരാം, അല്ലേ? അതെനിക്ക് ആകെ കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ, 5 എണ്ണേ കിട്ടിയുള്ളൂ. ബ്ലാക്ക് ബോർഡ്, ഡസ്റ്റർ, ടേബിൾ ആൻഡ് ചെയർ ഒരുമിച്ചായിരുന്നു. വെഹിക്കിൾസ് ഒക്കെ പറ്റും മാഡം? വെഹിക്കിൾസ് ഒക്കെ പറ്റുമോ? അത് ചെയ്യാം. വെഹിക്കിൾസ് പറഞ്ഞിട്ട് ഞാൻ വെഹിക്കിൾസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സ്റ്റേണൽ പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡി, ഇന്റേണൽ പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡി. ഹലോ മിസ്, ഗുഡ് ഈവനിങ്. മിസ് കാണുന്നുണ്ടോ? ഇതുപോലെ അല്ലേ? അതെ, കറക്റ്റ്. ഇങ്ങനത്തെ ക്ലാസ് റൂമിൽ ഞാൻ ടെക്സ്റ്റ് ബുക്ക്, ബുക്ക് ഷെൽഫ് എഴുതിയിട്ടുണ്ട്. സ്കെയിൽ, പെൻസിൽ, ഗ്ലോബ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ എക്സ്റ്റേണൽ പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡി, ഹെഡ്, നോസ്, എൽബോ, ഹാൻഡ്, ലെഗ്, അത് ഏകദേശം ഒരു 15 എണ്ണം അതും ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇന്റേണൽ പാർട്സ്, നമ്മുടെ ഉള്ളിലുള്ളത് ഹാർട്ട്, ലിവർ, കിഡ്നി, സ്റ്റൊമക്ക്. എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ, ഓൺലി പിക്ചർ ഒന്നും വേണ്ട. കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് കളക്ട് ചെയ്യുന്നു, അത് മാത്രമേ ഉള്ളൂ. നമുക്ക് കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടുന്നല്ലേ, എക്സ്പ്ലനേഷൻ വേണ്ട. പക്ഷെ വണ്ടർഫുൾ ക്രീച്ചർ ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് അത് എന്താണെന്ന് അറിയാൻ ഒരു ആഗ്രഹം വരും. എന്തുകൊണ്ടാണ് അതങ്ങനെ അതിനെ വണ്ടർഫുൾ ക്രീച്ചർ ആയിട്ട് പറയുന്നത്? അപ്പൊ അതിനെപ്പറ്റി നമുക്ക് അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതുകൊണ്ടാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. മനസ്സിലായോ? ഇതൊക്കെ അവർക്ക് പിക്ചർ കണ്ടാൽ മതി, ഹാപ്പി ആയിക്കോളും. പിന്നെ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ്, താജ്മഹൽ, രാജ്ഘട്ട്, ഇന്ത്യ ഗേറ്റ്, റെഡ് ഫോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് ആകാം. ഗോൾഡൻ ടെമ്പിൾ, മൈസൂർ പാലസ്, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ ഹിസ്റ്റോറിക്കൽ, നമ്മുടെ ഇന്ത്യയിലുള്ളത് തന്നെ. വെഹിക്കിൾസ്, ബൈസൈക്കിൾ, മോട്ടോർ സൈക്കിൾ, സ്കൂട്ടർ, വാൻ, കാർ, അങ്ങനെയൊക്കെ പോയി. ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് ഞാൻ തന്ന ലിസ്റ്റ് കയ്യിലില്ലേ? ഇല്ല മിസ്, ഞാൻ എടുത്തിട്ടില്ല. ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ടീച്ചറെ. വെഹിക്കിൾസ് എങ്ങനെ വാട്ടർ, എയർ അങ്ങനെ തിരിച്ചു ഒട്ടിക്കണോ? അങ്ങനെ ഒരുമിച്ചാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് പിക്ചേഴ്സ് ഒട്ടിക്കണമെങ്കിൽ സെപ്പറേറ്റ് ഹെഡിങ് കൊടുത്ത് അങ്ങനെയും ചെയ്യാം കേട്ടോ. മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓരോന്നിന്റെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. കറക്റ്റ് 15 കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനാണല്ലേ? അത് ആദ്യം നോക്കുക, നമ്മളുടെ നമ്പർ ഓഫ് പേജസ്
നമുക്ക് അതിനനുസരിച്ച് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് നിങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഈ റെക്കോർഡ് ബുക്കിന്റെ ആക്ടിവിറ്റീസ് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിരുന്നു. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു മാത്രം. എന്തോ കേട്ടില്ല? നാച്ചുറൽ തിങ്സ് എന്ന് പറയുമ്പോ നാച്ചുറൽ തിങ്സ് മാം മൗണ്ടൻ, റിവർ അങ്ങനെയൊക്കെ അല്ലേ? ലിവിങ് തിങ്, നോൺ ലിവിങ് തിങ് അങ്ങനെ വേർതിരിച്ചൊക്കെ എഴുതാം അല്ലേ? സോൾട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഈ കടൽ വെള്ളം വറ്റി അങ്ങനെ കിട്ടുന്നതാണല്ലോ, അതൊരു നാച്ചുറൽ തിങ് അല്ലേ. പിന്നെ അനിമൽസ് അതും നാച്ചുറൽ ആണ്. ഹ്യൂമൻ ബീയിങ് നാച്ചുറൽ ആണ് അല്ലേ. പിന്നെ എന്താ പറയാ, സ്നോഫോൾ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന, റെയിൻ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന, അതിനകത്ത് ട്രീസ് ഒക്കെ കാണിക്കാം, നാച്ചുറൽ ആണ് അത് അല്ലെ, അതൊന്നും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെക്കുന്നതല്ല. പിന്നെ സാൻഡ്, റോക്ക് ഒക്കെ നാച്ചുറലാണ്. റിവർ പറഞ്ഞതുപോലെ റിവർ മാഡം എക്സ്ക്യൂസ് മീ, വണ്ടർഫുൾ ക്രിയേച്ചേഴ്സ് തിയറിയും എൻ്റെ പിക്ചേഴ്സ് എന്ന് പറഞ്ഞില്ലേ? വണ്ടർഫുൾ ക്രിയേച്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ ഇങ്ങനെ ബട്ടർഫ്ലൈസ് അങ്ങനെയുള്ളത് തന്നെയാണ്? മറ്റേ പ്രാർത്ഥിക്കുന്ന പ്രാണി, അത് നമ്മൾ ഒരു ഒത്തിരി വ്യത്യാസമുള്ള ഒരു ജീവിയല്ലേ. അതിന്റെ ഷേപ്പ് പ്രാർത്ഥിക്കുന്ന പോലെ, പ്രേയിങ് മാൻറ്റീസ് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാണി. അതുപോലെ പിരാന ഫിഷ്, അതും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളതല്ലേ. അങ്ങനെയുള്ളതിനൊക്കെ അങ്ങനെ ഷേപ്പില് ഭയങ്കര വ്യത്യാസമായിട്ട് ബ്ലൂ വെയിൽ, ഗ്രാസ് വേപ്പർ ബ്ലൂ വെയിൽ അങ്ങനെയുള്ളതൊക്കെ, അങ്ങനെയുള്ളത്, അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള അനിമൽസോ ഫീച്ചേഴ്സോ എന്തെങ്കിലും. പിന്നെ നല്ല ഡിസൈൻ വരുന്ന ബട്ടർഫ്ലൈസ്, അത് പറഞ്ഞല്ലോ ബട്ടർഫ്ലൈയുടെ കാര്യം. ഞാൻ തന്നെ. പിന്നെ വർക്കിംഗ് പേഴ്സൺസ്, ടീച്ചർ, ഫാമർ, സോൾജിയർ, ഡോക്ടർ, പോലീസ്മാൻ, അങ്ങനെ കുറെ ഉണ്ടാവുമല്ലോ. ഞാൻ ഏകദേശം ഒരു 20 എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വണ്ടർഫുൾ ക്രിയേച്ചേഴ്സിൽ പെട്ടതാ അല്ലല്ലോ? അല്ലല്ല, കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസിൽ ലാസ്റ്റ് ഞാൻ തന്നിരിക്കുന്ന വർക്കിംഗ് പേഴ്സൺസ്. അത് കഴിഞ്ഞപ്പോ എനിക്കൊരു 3, 4, 5 പേജേ ഉള്ളൂ കേട്ടോ, ബാക്കി 10 പോലും ഇല്ല. മാം പറയുമ്പോ എക്കോ വരുന്നുണ്ട് മാം. മാം ഇതിന്റെയും പിക്ചേഴ്സ് തന്നെയല്ലേ വേണ്ടേ ഈ വർക്കിംഗ്? അതായത് എഫ് എന്ന് ഞാൻ ഇട്ടേക്കണ നമ്പർ ഇല്ലേ, കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ്, അത് തുടങ്ങി നിങ്ങളൊന്നും എഴുതാനില്ല, ഫുൾ പിക്ചേഴ്സ് ആണ്. അതിന്റെ ഹെഡിങ് തന്നെ അതല്ലേ, കളക്ടിങ് സ്മോൾ പിക്ചേഴ്സ്. മാം അപ്പൊ പിക്ചേഴ്സ് ഒട്ടിക്കുമ്പോ 2 സൈഡിൽ ഒട്ടിക്കാലോ, കുഴപ്പമില്ലല്ലോ? ലെഫ്റ്റും റൈറ്റും. ചിലപ്പോ എങ്ങാനും പേജ് തികയാതെ വന്നാലോ, ചിലരുടെ ഹാൻഡ് റൈറ്റിംഗ് ചിലപ്പോ ഇത്തിരി വലുതാണെങ്കിലോ, ചിലപ്പോ നമുക്ക് പേജ് തികയാതെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ. ഈസി അല്ലേ റെക്കോർഡ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ? പിന്നെ റൈറ്റ് സൈഡില് വരട്ടതാകുമ്പോ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഓക്കെ മാം. മാം ഡേറ്റും കൂടി ഒന്ന് പറയോ? ഡേറ്റ് ഞാൻ അടുത്ത ദിവസം പറഞ്ഞാൽ മതിയോ? ഓക്കെ ഓക്കെ. പിന്നെ ഒരു അസൈൻമെന്റ് ഉണ്ടായിരുന്നു, എഴുതിയിട്ട് ശരിയാണോ? എന്താ ഡൗട്ട് ഉണ്ടോ? റെക്കോർഡ് റൈറ്റിംഗ് ഓക്കെ. അസൈൻമെന്റ് തരുമ്പോ അങ്ങനെ, അതായത് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നത്, അപ്പൊ അത് എഴുതിയിട്ട് ഇത് ശരിയാണ്, ശരി, കറക്റ്റ്, ഇൻകറക്റ്റ് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. റിമോട്ട് കൺട്രോൾ ഓഫ് യുവർ ഹാപ്പിനെസ് ഷുഡ് ബി ഇൻ യുവർ ഓൺ ഹാൻഡ്. ഇഫ് യു ഗെറ്റ് ടെൻസ്ഡ് അപ്പ് ടു സംതിങ്, മിസ് ഇതൊന്ന് നോക്കാമോ? ഇതാണ് ഈ റെക്കോർഡ് ബുക്ക് അല്ലേ ഉദ്ദേശിക്കുന്നത്? ഇത് തന്നെയല്ലേ? മാം പറയുമ്പോ മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. ഞാൻ തന്ന അസൈൻമെന്റ് ഇതായിരുന്നു. ആരെങ്കിലും അത് എഴുതിയോ? ദ റിമോട്ട് കൺട്രോൾ ഓഫ് യുവർ ഹാപ്പിനെസ്. നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ തോന്നിയോ? ഞാൻ ചെയ്തു. ഞാൻ സബ്മിറ്റ് ചെയ്തു. വെരി ഗുഡ്. കാരണം അത് ഇത് ശരിയാണോ എന്നൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇത് ശരിയാണല്ലോ, ഞാനിത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നമുക്ക് എന്താണോ തോന്നുന്നത് അതാണ് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എഴുതേണ്ടത്. നിങ്ങൾക്ക് പറയാം അങ്ങനെ ചിന്തിക്കേണ്ട, അങ്ങനെ ഞാൻ ഇനി ചെയ്യില്ലെന്നോ, അല്ലെങ്കിൽ ഞാൻ ഇനി മുതൽ എന്റെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോൾ വേറൊരാൾക്ക് കൊടുക്കില്ല, അങ്ങനെയൊക്കെ. പിന്നെ അതിനോട് ചേർക്കാൻ നമുക്ക് പലതും ഉണ്ടായിരിക്കാം. നമ്മളുടെ ലൈഫ് ഡിസൈൻ ചെയ്യുന്നത് നമ്മളാണ്.
ഡിസൈൻ ചെയ്യുന്ന ആർട്ടിസ്റ്റ് നമ്മൾ തന്നെയാണ്. ആ ബ്രഷ് വേറൊരാളുടെ കയ്യിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കമന്റ്സ് അതിനോട് ചേർക്കാമോ അതെല്ലാം ചേർക്കാം. ഓക്കെ, ഇതുപോലുള്ള അസൈൻമെന്റ്സ് ഇനിയും വരും. അല്ലാതെ ഇതിന് മാം, ക്വസ്റ്റ്യൻ ഞാൻ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു. പക്ഷേ എന്താന്ന് വെച്ചാൽ എനിക്കൊരു അബദ്ധം പറ്റി. അതിന്റെ കുറച്ച് പോയിന്റ്സ് അപ്പുറത്തെ നെക്സ്റ്റ് പേജിലുണ്ടായിരുന്നു. അതെനിക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് ഇപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുകയാണ്. അത് കാരണം ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ്. അത് വീണ്ടും റീസബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? അത് എനിക്ക് നിങ്ങളുടെ ക്ലാസ് റൂമിലെ സബ്മിഷന്റെ കാര്യം എനിക്ക് ഡീറ്റെയിലായിട്ട് അറിയില്ല. തിരിച്ച് വീണ്ടും സബ്മിറ്റ് ചെയ്യാനോ അങ്ങനെ എന്തോ ചെയ്യാൻ പറ്റുമല്ലോ? ചെയ്യാം. മാം ഒരു കാര്യം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലായിരുന്നു. ഡിലീറ്റ് ചെയ്തിട്ട് ഹലോ ചെയ്യാൻ പറ്റും. എന്തോ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്യണം മാം. എനിക്ക് റിമൂവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അൺസബ്മിറ്റ് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്നേന്ന് പറഞ്ഞ് പിന്നെയും ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ പേജ് നമ്പർ ഇട്ടിട്ട് പേജ് നമ്പർ കൊടുത്തിട്ട് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ മാറി കിടന്നാലും പ്രശ്നം വരത്തില്ല. 1, 2, 3 എന്നുള്ള ഓർഡറിലാകുമ്പോൾ നമുക്ക് മാറി വന്നാലും അത് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ നമ്പേഴ്സ് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ നമുക്ക് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പേജ് നമ്പർ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടത്? അതെ സാറ് വീഡിയോ ഇടുന്ന എന്നോട് പറഞ്ഞിരുന്നു. വീഡിയോ ഇട്ടിട്ടുണ്ട്. എങ്ങനെ മാർക്ക് സബ്മിറ്റ് ചെയ്യണം മാർക്കൊന്നും വന്നിട്ടില്ലല്ലോ. ആണോ? സാറിനോട് ചോദിക്കാം. മാർക്ക് വന്നിട്ടില്ല. വരുമായിരിക്കും അല്ലേ? 3 ആഴ്ചയൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞു. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് 3 ആഴ്ച വരെ ആവാമെന്ന് പറഞ്ഞു. ആരാ മാർക്ക് ഒക്കെ തരുന്നത് മാം? ജയദേവ് സാറാണോ? ഞാൻ കംപ്ലീറ്റ് ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ സാറിന് ഷെയർ ചെയ്യും. സാർ അപ്പൊ അത് നോക്കിയിട്ട് മാർക്ക് ഇട്ടോളൂ. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? മാം, ഈ നമുക്ക് ഇപ്പൊ തന്നെ ഈ റെക്കോർഡിൽ എഴുതാനുള്ള ഈ ടോപ്പിക്സ് മൊത്തം ഇത് മൊത്തമാണോ ഒരു റെക്കോർഡിൽ അതെ എഴുതേണ്ടതാണോ? അതെ അതെ, ഒറ്റ റെക്കോർഡ് മാത്രമേ തന്നിട്ടുള്ളൂ. മൈ കളക്ഷൻ ഇതിനകത്ത് വേറെ ഒന്നും എഴുതാനില്ല. നമുക്ക് ഇപ്പൊ മേഡം തന്ന ആ ടോപ്പിക്സ് മാത്രമല്ല എഴുതാനുള്ളൂ. മാത്രം മതി. പിന്നെ ആ കളക്ഷൻ ഓഫ് പിക്ചേഴ്സ് ഇല്ലേ, അത് നിങ്ങൾക്ക് ഇപ്പൊ കൂടുതൽ വേണമെങ്കിൽ ഇപ്പൊ ഞാനിവിടെ വെഹിക്കിൾസ് പറഞ്ഞപ്പം ആരോ പറഞ്ഞു വാട്ടർ ഓരോ മോഡില്ലേ, ട്രാൻസ്പോർട്ടേഷന്റെ ഓരോ മോഡ്, വെള്ളത്തിലൂടെയും കരയിലൂടെയും എയറിലൂടെയും ഉള്ളത് ആ രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് എഴുതണമെന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ മാം. മാം ലാസ്റ്റ് ഡേറ്റ് എന്നത്തേക്കാ റെക്കോർഡ്? ഞാൻ ഡേറ്റ് നാളെയോ അടുത്ത ദിവസമായിട്ട് ഞാൻ പറയാം. ഓക്കെ മാം. ഓക്കെ മാം. ഈ റെക്കോർഡ് ബുക്കിലെ തുടങ്ങുമ്പോ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെ ഒന്നും വേണമെന്നില്ല. നമ്മൾ ഓരോരോ ആക്ടിവിറ്റി ആയിട്ട് അതിൽ സ്റ്റാർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. മൈ കളക്ഷൻ ബുക്ക് എന്നുള്ള ഹെഡിങ് തന്നെ ഇനഫ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതണം എന്ന് അങ്ങനെ തോന്നുവാണെങ്കിൽ എഴുതിക്കും. ഇറ്റ്സ് അപ് ടു യു. ഈ പറഞ്ഞ കണ്ടന്റ് എല്ലാം വേണം. അത് എങ്ങനെയൊക്കെ ഇംപ്രൊവൈസ് ചെയ്യാമോ, എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യാമോ, അതെല്ലാം നിങ്ങളുടെ ഒരു സ്വാതന്ത്ര്യം. നല്ലൊരു ഫ്രീഡം ഉണ്ട്. ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഇൻഡെക്സ് എഴുതണത് നല്ലതായിരിക്കും. എപ്പോഴെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് നോക്കണമെങ്കിൽ എളുപ്പമായിരിക്കുമല്ലോ. മാം, ഈ വണ്ടർഫുൾ ക്രിയേച്ചേഴ്സ് എന്നുള്ളത് ഫസ്റ്റ് എഴുതേണ്ടതാണോ തിയറി? അത് ഞാൻ റെക്കോർഡിലുള്ളതാണോ അത്? അതെ അതെ അതെ, ആ ലിസ്റ്റ് തന്നിട്ടുണ്ടല്ലോ, ക്ലാസ് റൂമിലുണ്ട് ആ ലിസ്റ്റ്. ഒന്ന് നോക്കുക. ഓൾമോസ്റ്റ് നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. എന്നോട് നിങ്ങളെ കണ്ടിട്ട് കുറെ നാളുകളായതുപോലെ തോന്നുന്നു. നമ്മൾ യൂണിറ്റ് 6 മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? എല്ലാരും സ്വന്തം മെന്റൽ ഹെൽത്ത് അസസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കണു. ഞാനൊരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആളുകൾക്ക് ദേഷ്യം വരിക, ഭയങ്കരമായിട്ട് അവരിങ്ങനെ ചൂടായി സംസാരിക്കുക, ഷൗട്ട് ചെയ്യുക. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനെ ബാധിക്കുന്ന ചില ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ചില കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും ആളുകൾ. അവർക്ക് എന്താ ചെയ്യുക, ഇങ്ങനെ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഉറങ്ങാതിരിക്കുക, റെസ്റ്റ്ലെസ് ആയിരിക്കുന്ന അവസ്ഥ. പിന്നെ വിശപ്പില്ലായ്മ, ശരിയായ രീതിയിൽ ഡൈജഷൻ നടക്കാതിരിക്കുക. ഇതെല്ലാം മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനെ ബാധിക്കും. പിന്നെ ഇറഗുലർ സ്ലീപ്പിംഗ് പാറ്റേൺ. ഈ സ്ലീപ്പിംഗ് പാറ്റേൺ തന്നെ പല രീതിയിലുണ്ടാകും. ഒന്ന് ഇൻസോംനിയ. ഇൻസോംനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കക്കുറവ്. പിന്നെ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്, അതായത് കിടക്കും ഉറങ്ങും, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആയിട്ട് എണീക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞും കിടന്ന് ഉറങ്ങാന്നൊക്കെ നമ്മൾ പറയില്ലേ. അതുപോലെ തന്നെ നാർക്കോലെപ്സി എന്നൊരു സ്റ്റേറ്റ് ഉണ്ട്. നാർക്കോലെപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് സ്ലീപ്പ്,
ചിലരിങ്ങനെ ഉറങ്ങിക്കൊണ്ടേയിരിക്കും. പകലാണെങ്കിലും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കും. ഡിസോർഡർ ആയിട്ടുള്ള സ്ലീപ്പില്ലേ, കിടന്നു കഴിഞ്ഞാൽ ഉച്ചയായിട്ട് എണീക്കില്ല, അങ്ങനെയൊക്കെ രീതിയിൽ എക്സസീവ് ആയിട്ടുള്ള സ്ലീപ്പ്, അതാണ് നാർക്കോലെപ്സി എന്ന് പറയുന്നത്. പിന്നെ പുവർ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ്, വീടിനകത്തുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെ വളരെ മോശം. അമ്മയായിട്ടോ അച്ഛനായിട്ടോ സഹോദരങ്ങളായിട്ടോ അല്ലെങ്കിൽ ഇപ്പോ മാരീഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ പാർട്ട്ണറായിട്ടോ കുട്ടികളുമായിട്ടോ ഉള്ള ആ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ്, ആ ഫാമിലിക്കകത്തുള്ള റിലേഷൻഷിപ്പും വളരെ മോശമായിരിക്കും. എപ്പോഴും ഒരു ആങ്സൈറ്റി, വറി, പേടി, എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ്, നമ്മളോട് തന്നെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, മറ്റുള്ളവരോടും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. പിന്നെ എപ്പോഴും റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ അകന്ന് മാറി നിൽക്കാനുള്ള ഒരു ടെൻഡൻസി. ഒരു ഫാമിലി ഫംഗ്ഷൻ വന്നാൽ പോകാതിരിക്കുക, അറ്റൻഡ് ചെയ്യാതിരിക്കുക, വീട്ടിലാരെങ്കിലും വന്നു കഴിഞ്ഞാൽ മുറിയിൽ അടച്ചിരിക്കുക, സംസാരിക്കാതിരിക്കുക, അങ്ങനെയുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫിസിയോളജിക്കൽ ശരീരത്തിന്റെ പല ഇറഗുലർ ആയിട്ടുള്ള പല അവസ്ഥകൾ, ലൈക്ക് ബ്ലഡ് പ്രഷർ, ഹാർട്ടിന്റെ ബീറ്റ്സില് പാൽപിറ്റേഷൻ വല്ലാതെ കൂടുക, നോർമൽ ആയിട്ടുള്ള ലെവലിൽ നിന്ന് BP, ഹാർട്ടിന്റെ ഫങ്ഷൻ എല്ലാം മാറുക, അബ്നോർമൽ ആയിട്ടുള്ള രീതിയിലേക്ക് മാറും. പിന്നെ എക്സസീവ് യൂസ് ഓഫ് ഡ്രഗ്സ്, ആൽക്കഹോൾ, അങ്ങനെയുള്ള പലതും എക്സസീവ് ആയിട്ട് ഉപയോഗിക്കുക. ചില ആളുകൾ ചിലപ്പം ഈ ഡിപ്രഷന് വേണ്ടിയിട്ട് ഇപ്പം മെഡിസിൻ കഴിക്കുന്നവരുണ്ടായിരിക്കാം, പക്ഷെ ഡോക്ടർ പറയുന്നതിനേക്കാൾ അളവിൽ കൂടുതൽ കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ആ ഡ്രഗ്സ് തന്നെ അളവിൽ കൂടുതൽ കഴിക്കുന്നതും ഇഷ്യൂ ആണ്. പിന്നെ സ്മോക്കിംഗ്, പിന്നെ ടുബാക്കോ യൂസ് ചെയ്യുന്നത്, പല പല ഫോമില് ടുബാക്കോസ് യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനെ ബാധിക്കും. ഇതെല്ലാം ത്രെറ്റ് ആണ്, മെന്റൽ ഹെൽത്തിനും ഹൈജീനും ത്രെറ്റ് ആണ്. നമ്മൾ അത്രയും കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. എനിക്ക് ആകെ കുറച്ചേ ഉള്ളൂ ആ പേജസിൽ വരുന്നത്. അപ്പൊ ഈ സ്കൂളുകളിലെ മെന്റൽ ഹൈജീൻ, മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളതാണ്. അത് പറഞ്ഞോന്ന് എനിക്ക് അറിയില്ല, എന്നാലും ജസ്റ്റ് ഞാൻ പറയാൻ നോക്കാം. ഷെയർ ചെയ്യാം. നിങ്ങൾ തന്നെ ഒന്ന് പറയും, ഈ സ്കൂളുകളില് ഇമ്പോർട്ടൻസ് ആണ് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഹൈജീൻ, അതെല്ലാം സ്കൂളുകളിൽ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ട് ഇമ്പോർട്ടൻസ് ആണെന്ന് പറയുന്നു ആണെങ്കിൽ ആ PDF-ലുള്ള കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് തന്ന PDF-ൽ ഒരു ഹെഡിങ് ഉണ്ട്, നമുക്ക് നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾ. എനിക്ക് അമ്പിളി സജീവ് പറഞ്ഞത് ക്ലിയർ ആയില്ല കേട്ടോ, എന്നോട് ഒന്ന് മെസ്സേജിന് റിപ്ലൈ ചെയ്യുമായിരുന്നു. ഇമ്പോർട്ടൻസ് ആണെങ്കിൽ എങ്ങനെ, ഒരു ഫെസിലിറ്റേറ്റർ എന്ന നിലയിൽ നിങ്ങളുടെ റോൾ എന്തായിരിക്കും? മാം, മെന്റൽ ഹെൽത്ത് ക്ലിയർ അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ കോൺസെൻട്രേഷൻ ആവുന്ന അവരെല്ലാ വിധത്തിലും അത് ബാധിക്കുമല്ലോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? യെസ് മാം, സ്കൂളിൽ തീർച്ചയായിട്ടും മെന്റൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരുടെ പഠിപ്പിനെ അത് നന്നായി ബാധിക്കും. ഇപ്പൊ വീട്ടിലെ പ്രോബ്ലംസ് ആയാലും അവരുടെ മൈൻഡിൽ ഉണ്ടാവും. ഇപ്പൊ സ്കൂളിൽ ഒരു കുട്ടിയായിട്ട് വഴക്കിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാണാതാവുക, അല്ലെങ്കിൽ ടീച്ചർ എന്തെങ്കിലും പറയുമ്പോഴേക്കുള്ള ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതാവുക, അങ്ങനെയുള്ള കുറെ പ്രോബ്ലംസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവർക്കത് മെന്റൽ ഹൈജീൻ കൊടുത്താലേ അവരത് സ്റ്റഡി ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് നല്ല റോൾ ഉണ്ട് സ്കൂളിൽ. പിന്നെ ടീച്ചേഴ്സിന്റെ ബിഹേവിയറും ഒരു ഇമ്പോർട്ടന്റ് ആണ് കുട്ടികളുടെ മെന്റൽ ഹെൽത്തിന് അല്ലേ? കാരണം ഞാനൊരു സ്കൂളില് ഇന്റർവെൻഷൻ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ ഒരു സ്കൂളിൽ ഇപ്പൊ ഒരു ഫസ്റ്റ് ടേം എക്സാം കഴിയുമ്പോഴേക്കും പാരന്റ്സ് ടീച്ചേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ടാവും, ഈ റിസൾട്ട് ഓപ്പൺ ഹൗസ് അല്ലെ. അപ്പൊ ആ സമയത്ത് ഒരു കുട്ടിക്ക് മാർക്ക് ഇച്ചിരി കുറഞ്ഞു. അപ്പൊ അമ്മയും മോനും കൂടിയാണ് വന്നിരിക്കുന്നത്.
ഇങ്ങനെ പറഞ്ഞപ്പോ അമ്മയാണെങ്കിലും മോനെ ഭയങ്കര പൊന്നു പോലെ ഇച്ചിരി ഒന്ന് പാമ്പർ ചെയ്യുന്ന ടൈപ്പ് അമ്മയാണ്. അപ്പൊ ടീച്ചറിനോട് പറഞ്ഞു അവൻ ഇച്ചിരി കളി കൂടുതലാ ടീച്ചറെ, അടുത്തുള്ള കുട്ടികളുമായിട്ട് കളിക്കാൻ പോകും. നിങ്ങളുടെ അഭിപ്രായത്തിൽ കളിക്കാൻ പോകുന്നൊരു തെറ്റാണോ? ഒരു തെറ്റുമല്ല. അല്ല, കളിക്കണം. പിള്ളേർക്ക് അതൊരു വ്യായാമമാണ്. അവരുടെ ശരീരം തെറ്റല്ല തെറ്റല്ല. കളിക്കാൻ പോകുന്നത് തെറ്റല്ല ടീച്ചർ, പക്ഷെ ടൈം ഒന്ന് കൺട്രോൾ ചെയ്യണം. പഠിക്കുന്നതിന്റെ ഇടയിലുള്ള കളരിയാണെങ്കിൽ തെറ്റാണ്. ടൈം, പിന്നെ പോകുന്ന കുട്ടികളുടെ ആ ഒരു പോകുന്ന സ്ഥലം, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ കുട്ടികൾ കളിക്കാൻ വന്ന് ഒരുപാട് മുതിർന്നവരോട് കൂടെ ആകരുത്. ഒത്തിരി മുതിർന്ന ഒരു അമ്മ പറയുമ്പോൾ തമ്മിൽ വേണം കൂട്ടുകൂടാനും കളിക്കാനും. ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഇതായിരിക്കും തിരിച്ചങ്ങോട്ട് പറയുന്നത് അല്ലെ? കളിക്കണം, പക്ഷേ അതിനൊരു ടൈം വേണം. പിന്നെ പഠിക്കാനുള്ളപ്പോ അതിനനുസരിച്ച് ടൈം ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം കളിക്കാൻ പോകാൻ. അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ കളിക്കാൻ പോകുന്ന കൂട്ടുകാരെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ ആയിരിക്കും അമ്മയോട് ഒരു ആസ് എ ഫെസിലിറ്റേറ്റർ നിങ്ങൾ പറയാൻ പോകുന്നതിന് നിങ്ങളുടെ മറുപടിയിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഈ ഒരു ടീച്ചർ പറഞ്ഞ മറുപടി ഇതായിരുന്നു. അത് എത്രത്തോളം ശരിയാണെന്നും കൂടെ എന്നോട് പറയണം. ചങ്ങലക്കിടാൻ പറഞ്ഞു. അത് തെറ്റാണ്. അത് തെറ്റാണ്. എല്ലാ പാരന്റ്സും അതെ. ഒരു വക ഹെലികോപ്റ്റർ പാരന്റിങ് ആണ്. മാം ഞാനൊന്ന് പറയട്ടെ, എല്ലാ പാരന്റ്സും ഹെലികോപ്റ്റർ പാരന്റിങ് ആണ്. ഒന്നല്ലെങ്കിൽ മക്കൾ MBBS അല്ലെങ്കിൽ IAS IPS അങ്ങനെ വേണം പോകാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ടുള്ള നിർബന്ധമാണ്. അവരിൽ ഇങ്ങനെ പ്രഷർ ചെലുത്തുകയാണ്. പക്ഷെ അതല്ല, കുട്ടികൾക്ക് മറ്റുള്ള എന്തെല്ലാം ജോലികളുണ്ട്, എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്. അവർക്ക് ചോയ്സസിന് ഒരു വാല്യൂ ഇല്ലേ? കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന് വിടണമെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ അഭിപ്രായം അതാണ് കേട്ടോ. ഞാൻ എൻ്റെ മക്കളെ ഫോഴ്സ് ചെയ്യാറില്ല. ആ ടീച്ചറുടെ മറുപടി ആ കുട്ടിയെ ഭയങ്കരമായിട്ട് തളർത്തി. അതിൽ നിന്നും അവൻ റിക്കവർ ആയിട്ടില്ല ഇതുവരെ. കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ സംഭവിച്ചതാ. പിന്നെ സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല. അങ്ങനെ ബാക്കി അത്രയും കുട്ടികളുണ്ട്, അത്രയും പാരന്റ്സ് ഉണ്ട്. അവര് കേട്ടു. അത് അവനെ വല്ലാതെ ഹേർട്ട് ചെയ്തു. അവന്റെ അമ്മയ്ക്കും ഭയങ്കര വിഷമായി. അപ്പൊ അതൊരു ടീച്ചർ പെട്ടെന്ന് എന്താ പറയാ സ്പോണ്ടേനിയസ് ആയി വന്ന മറുപടിയാണോ, ടീച്ചർക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞ മറുപടിയാണോ ഒന്നും അറിയില്ല. അപ്പൊ ഇത് ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ അത് അവന് മെന്റലി അത് ബാധിച്ചു. അവന്റെ മെന്റൽ ഹെൽത്തിനെ അത് ഭയങ്കരമായിട്ട് ഡൗൺ ആക്കി. എന്താ പറയുന്നത്, ലാക്ക് ഓഫ് ഫ്രണ്ട്ലിനെസ് ഓൺ ദ പാർട്ട് ഓഫ് ദ ടീച്ചർ. അതാണ് അവിടെ സംഭവിച്ചത്. ടീച്ചേഴ്സ് എപ്പോഴും കുട്ടികളുടെ മാർക്ക് അതെപ്പോഴും കൂട്ടാനായിട്ട് നോക്കും. അതായത് ടീച്ചർ എപ്പോഴും പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ക്ലാസ്സിലെ പിള്ളേര്, ക്ലാസ് ടീച്ചർ ആയിട്ടുള്ള ടീച്ചർക്ക് ഭയങ്കര പ്രഷറില്ലേ, ഭയങ്കര റിസൾട്ട് വരണം എന്റെ ക്ലാസ്സിലെ പിള്ളേര്, എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടായിരിക്കണം. ഞാൻ പ്രീ ഡിഗ്രി ആയിരുന്നു, പഴയ പ്രീ ഡിഗ്രി ആയിരുന്നു, സെൻട്രൽ സിസിലാണ് പഠിച്ചത്, മാത്സ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് മാത്സിന് ഒരു ബാച്ചേ ഉണ്ടായിരുന്നു. ഒറ്റ ക്ലാസ് 102 പിള്ളേരായിരുന്നു ഞങ്ങൾ, 102 ഗേൾസ്. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഒരു സിസ്റ്റർ ആയിരുന്നു, ഞാൻ പേര് പറയില്ല. ക്ലാസ് ടീച്ചർ സിസ്റ്റർ ആയിരുന്നു. അന്ന് ഫസ്റ്റ് ഇയറിന്റെ മാർക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. സെക്കൻഡ് ഇയർ ആണ്. സെക്കൻഡ് ഇയറിന്റെ മാർക്ക് വെച്ചിട്ടാണ്. അന്ന് റാങ്ക് ആണല്ലോ, ഇന്നത്തെ പോലെയല്ലോ. അന്ന് റാങ്ക് പറയുന്നത്. ഇപ്പൊ എല്ലാ വർഷവും മാത്സിന് സെൻട്രൽ സിസിന് റാങ്ക് ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ 102 പേരുണ്ട്. ഫസ്റ്റ് ഇയറിന്റെ മാർക്ക് വെച്ചിട്ടാണ് അടുത്ത സെക്കൻഡ് ഇയറിന് റാങ്ക് കിട്ടുമെന്നൊക്കെ ഇവർ അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയർ എല്ലാരും ജയിച്ചു, പക്ഷെ ഭയങ്കര മാർക്കൊന്നും, വലിയ ടോപ്പ് മാർക്കൊന്നും ആർക്കും വന്നില്ല. റാങ്കിനടുത്തുള്ള മാർക്കൊന്നും വന്നില്ല. സിസ്റ്റർ വന്ന് ഞങ്ങളുടെ അടുത്ത ക്ലാസ് എല്ലാരും ജയിച്ചു കിട്ടും. ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, നിങ്ങളൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞൊരു വാക്കാ. കാരണം സിസ്റ്റർക്ക് ബോധ്യായി സെക്കൻഡ് ഇയറിൽ സിസ്റ്ററിന്റെ ക്ലാസ്സിന് റാങ്ക് കിട്ടില്ല, നിങ്ങളൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്ന് സിസ്റ്റർ പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ പ്രീ ഡിഗ്രി കഴിഞ്ഞു. എനിക്ക് എഞ്ചിനീയറിംഗിന് കിട്ടി. ഞാൻ ട്രെയിനിൽ, ചെങ്ങന്നൂരാണ് ഞാൻ പഠിച്ചത്, ട്രെയിനിൽ ചെങ്ങന്നൂർ പോവാ. അപ്പൊ ട്രെയിനിൽ ഫസ്റ്റ് ഇയർ ആണ് ചെങ്ങന്നൂർ പോകുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചിട്ട് ഞാൻ സിസ്റ്ററെ കണ്ടു. സിസ്റ്റർ മാത്രമല്ല, സിസ്റ്ററിന്റെ കൂടെ വേറൊരു ടീച്ചറും ഉണ്ടായിരുന്നു. സിസ്റ്റർ കണ്ടപ്പോ ഞാൻ ചെന്ന് വിഷ് ചെയ്തു. സിസ്റ്റർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ എന്നോട് ചോദിച്ചു ബാക്കിയുള്ളവരൊക്കെ എവിടെയാണ്. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ ഈ 102 പേരും പല പല എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിരുന്നു. 102 പേർ. ചിലര് മാത്രം ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. മാത്സ് BSc മാത്സിന് ജോയിൻ ചെയ്തു. 3-4 പേര്. ബാക്കി എല്ലാവരും എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കാണ് പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എല്ലാവരും അങ്ങനെ. അപ്പൊ അടൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ ഞങ്ങളൊക്കെ ട്രെയിനിൽ ഒരുമിച്ചായിരിക്കും ചെങ്ങന്നൂർ അടൂരുകാർ ഇറങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ പലരെയും കാണാറുണ്ട്. പിന്നെ കോയമ്പത്തൂർ പോയവരുണ്ട്. അങ്ങനെ ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യമൊക്കെ പറഞ്ഞു. സിസ്റ്ററിന്റെ മുഖമൊക്കെ ഭയങ്കര സന്തോഷം കൊണ്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുവാണേ.
അപ്പൊ കൂടെയുള്ള ടീച്ചർ എന്നോട് പറയും. അപ്പൊ എന്റെ മനസ്സിൽ സിസ്റ്ററെ കാണുമ്പോൾ സിസ്റ്റർ നമ്മളെ കേഴ്സ് ചെയ്തതാ എനിക്ക് ഓർമ്മ വരുന്നത്. അത്രയും നമ്മൾ പഠിപ്പിച്ചിട്ട് സിസ്റ്റർ ഞങ്ങളോട് പറയുന്നത് നിങ്ങളൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നാണല്ലോ. അത് സിസ്റ്ററുടെ കാണുമ്പോ തന്നെ ഓർക്കുമ്പോ തന്നെ എനിക്ക് ഇത് ഓർമ്മ വരും. അപ്പൊ ഈ ടീച്ചർ എന്നോട് പറയുവാണ്, സിസ്റ്ററിന്റെ കൂടെയുള്ള ടീച്ചർ, സിസ്റ്റർ എപ്പോഴും നിങ്ങളെ പറ്റി പറയാം നല്ല പിള്ളേരാണെന്ന് എപ്പോഴും പറയാം. അപ്പൊ എനിക്ക് ഉള്ളിൽ ഇങ്ങനെ ചിരി വരും. അപ്പൊ അന്ന് സിസ്റ്റർ പറഞ്ഞത് ഞങ്ങൾക്ക് അന്ന് ഭയങ്കര ഫീൽ ചെയ്തു. പക്ഷെ നമ്മൾ അതൊരു സൈഡിൽ വെച്ചിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ മാക്സിമം എഫേർട്ട് എടുത്തു. പക്ഷെ കുഞ്ഞു കുട്ടികളാകുമ്പോൾ ഞങ്ങൾക്ക് അന്ന് അത്രയും മെച്യൂരിറ്റി ഉണ്ട്, നമുക്ക് വേറെ സപ്പോർട്ട് നമുക്ക് വീട്ടിൽ നിന്നുണ്ട്, ഫ്രണ്ട്സിൽ നിന്നുണ്ട്, അങ്ങനെയൊക്കെ വന്നു. അതിന് ഒരു ഹോൾ ഗ്രൂപ്പിനെ പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും അത്ര ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറയുമ്പോൾ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതൊന്ന് എപ്പോഴും ആസ് എ ഫെസിലിറ്റേറ്റർ, ഞാൻ ടീച്ചർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ഫെസിലിറ്റേറ്റർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ആ രീതിയിൽ കുട്ടികളുടെ അടുത്ത് ഫ്രണ്ട്ലി ആയിരിക്കണം, പക്ഷേ നമുക്ക് കൺട്രോൾ ഉണ്ടാവും. എപ്പോഴും മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എപ്പോഴും ഓർക്കേണ്ടത് കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കണം, ബട്ട് വിത്തിൻ ദ ലിമിറ്റ്സ്. നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോ കളിക്കാൻ പോകുമ്പോൾ ആ ടൈം മാനേജ്മെന്റ് അത് കറക്റ്റ് ആയിരിക്കണം. ഇത്ര ടൈം, അല്ലെങ്കിൽ കളിച്ചോട്ടെ. കുട്ടികൾ കളിക്കണം എന്ന് പറഞ്ഞു ഫുൾ അവർ കളിയായി പോകരുത്. കളിക്കണം, പിന്നെ അവർ പഠിക്കേണ്ടത് കളികളിലൂടെ പഠിപ്പിക്കുക എന്നാണ് നമ്മൾ ചെയ്യുന്നത്. ആസ് എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ കളികളിലൂടെ പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? അങ്ങനെ കാര്യങ്ങൾ. പിന്നെ പലപ്പോഴും എക്സസീവ് ഹോംവർക്ക് കൊടുക്കുന്നു, കുട്ടിക്ക് ഭയങ്കര ബർഡൻ ആയിട്ട് തോന്നും, പേടി വരുന്നു. മോണ്ടിസോറി മെത്തേഡില് നമുക്ക് ഹോംവർക്ക് ഇല്ല, പക്ഷെ വലിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നിങ്ങളെ വിളിക്കും. മോണ്ടിസോറി കഴിഞ്ഞവരെ, PhD ഡിപ്ലോമ കഴിഞ്ഞവരെ, അല്ലാത്തവരെ 4ാം ക്ലാസ് വരെ ഉള്ള കുട്ടികളെ പഠിപ്പിക്കാം. ചിലർക്ക് 7th സ്റ്റാൻഡേർഡ് വരെ ഒക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കിയിട്ട്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഫ്രീഡം ഉണ്ട് കുട്ടികൾക്ക്, ബട്ട് വിത്തിൻ ദ ലിമിറ്റ്സ് എന്നുള്ള രീതിയിൽ. അവരുടെ കൺട്രോൾ നമ്മളുടെ കയ്യിൽ തന്നെയുണ്ട്. അവരറിയ പോലും ഇല്ല കൺട്രോൾ ചെയ്യുന്നത്. ആ രീതിയിൽ വേണം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ആ രീതിയിൽ വേണം നമ്മൾ കുട്ടികളെ ഡീൽ ചെയ്യാനായിട്ട്. പലപ്പോഴും അവർക്ക് പല മൂഡ് ഡിസോർഡേഴ്സ് വരും കുട്ടികൾക്ക്. ഡിപ്രഷൻ ഉണ്ടാകാം, ബൈപോളാർ ഡിസോർഡേഴ്സ് ഉണ്ടാകാം. ബൈപോളാർ ഡിസോർഡേഴ്സ് കോമൺ ആണിപ്പോ. അതങ്ങനെ ക്യൂർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ട്രീറ്റ് ചെയ്ത് അതിന്റെ എഫക്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? എന്താ മാം ഈ ബൈപോളാർ ഡിസോർഡർ? ഞാൻ പലപ്പോഴായി കേൾക്കണം, പക്ഷെ എനിക്ക് അറിയില്ല വ്യക്തമായിട്ട്. ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ മാം? ബൈപോളാർ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള മൂഡ് സ്വിങ്സ് ആയിരിക്കും. ഇത് ഉണ്ടാകും, മൂഡ് സ്വിങ്സ് ശരിക്കും വരുന്നത്. ഇത് ഉണ്ടാകുന്ന വെച്ചാൽ ജനറ്റിക് ആയിട്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ അത് വളരുന്ന എൻവയോൺമെന്റിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാകാം. എൻവയോൺമെന്റ് അത്ര സുഖകരമല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡേഴ്സ് ഉണ്ടാകാം. പിന്നെ ബ്രെയിൻ സ്ട്രക്ചറിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ, ഓൾട്ടറേഷൻസ് ഉണ്ടെങ്കിലും ബൈപോളാർ ഡിസോർഡർ എന്ന് പറയാറുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ബോഡിയിൽ കംപ്ലീറ്റ് കെമിക്കൽ ആക്ഷൻസ് നടക്കുന്നുണ്ട്. ബ്രെയിനിന്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻസ് ഉണ്ടെങ്കിൽ തന്നെ ഈ ബ്രെയിൻ ആണല്ലോ കംപ്ലീറ്റ് സിഗ്നൽ കൊടുക്കുന്നത്. ഈ കെമിക്കൽ ആക്ഷൻസ് പലതും അബ്നോർമൽ ആയിട്ട് നടക്കും. അങ്ങനെയുള്ളവരിലും ഈ ബൈപോളാർ ഡിസോർഡർ കാണും. ഇത് കോമൺ ആണ്, ക്യൂർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ട്രീറ്റ്മെന്റ് അങ്ങനെയും വരും. പിന്നെ ചില സമയത്ത് കാണാം കുട്ടി ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, വളരെ നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യും. പക്ഷെ പിന്നെ ഒരു സമയത്ത് ആ കൊച്ചിനെ കാണുമ്പോൾ അത് ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ആയിരിക്കാം, ദേഷ്യപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം. അങ്ങനെ മൂഡ് സ്വിങ്സ് ആണ് ബൈപോളാർ ഡിസോർഡറിൽ എപ്പോഴും വരാറുള്ളത്. പലപ്പോഴും തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി നല്ല രീതിയിൽ, ഇപ്പം ആദ്യമായിട്ട് ഒരാൾ വീട്ടിൽ വരുമ്പോൾ ഇതിന്റെ മൂഡ് സ്വിങ്സ് ആയിരിക്കും. ഇപ്പം ആളോട് ചിലപ്പോ നല്ല രീതിയിൽ പെരുമാറിയെന്ന് വരുന്നത്, അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത്. ഈ സ്കീസോഫ്രീനിയ എല്ലാം ഇതുപോലുള്ള സൈക്കോട്ടിക് ഡിസോർഡർ തന്നെയാണ്. വളരെ കെയർലെസ് ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ നടക്കാം. ചിലതെല്ലാം ട്രീറ്റ്മെന്റിലൂടെ എഫക്റ്റ് കുറയ്ക്കാം, പക്ഷെ കറക്റ്റ് അതിനനുസരിച്ച് മെഡിസിൻ എടുക്കണം. അപ്പൊ ഈ ബൈപോളാർ ഡിസോർഡർ ഉള്ള ആള് അത് ആക്സെപ്റ്റ് ചെയ്ത് മെഡിസിൻ എടുത്ത് കറക്റ്റ് രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്കത് കുറച്ചൊന്ന് നോർമലൈസ് ആക്കാനായിട്ട് പറ്റും. അതൊരു മെന്റൽ ഹെൽത്ത് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു ഡിസോർഡർ എന്ന് പറയുന്നത്. ഓക്കെ മാം, താങ്ക് യു. മാം. കഴിഞ്ഞില്ല ഈ സമയം. ഞാൻ ഇന്ന് തീർത്തിട്ട് സൈക്കോളജി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? നമ്മൾ പറഞ്ഞില്ലേ കുട്ടികളിൽ പല വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ കൺസൾട്ട് ചെയ്യിക്കേണ്ടത് ആരെയായിരിക്കും?
നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണാം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നോക്കിയിട്ട് സൈക്കോളജിസ്റ്റിന് തോന്നുവാണ് ചിലപ്പോൾ തെറാപ്പി വേണ്ടി വരും. ചില സ്പെഷ്യലൈസ്ഡ് തെറാപ്പിസ്റ്റുകൾ ഉണ്ട്, സൈക്കോ തെറാപ്പിസ്റ്റ്. അവര് പല ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യിക്കുന്നത്. അവര് ചിലപ്പോൾ റെഫർ ചെയ്യും. സൈക്കോ തെറാപ്പി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടത് മാറാവുന്നതാണ്. അതല്ല, അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ സിറ്റിംഗ് വേണം, തെറാപ്പികൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സൈക്കോ തെറാപ്പിസ്റ്റുകൾ വേറെ ഉണ്ടാവും. ഓക്കെ മാം, താങ്ക് യു. കുറെയൊക്കെ നമ്മളൊരു ആസ് എ ഫെസിലിറ്റേറ്റർ ആയി കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികളുടെ കുറെ കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാനായിട്ട് പറ്റും. അതല്ലാന്ന് വരുമ്പോഴാണ് പാരന്റ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും നമ്മൾ അതിനനുസരിച്ച് അവരെ ഏത് റൂട്ടിലാണ് പോകേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ ഒരു ആക്സെപ്റ്റൻസ്, പാരന്റ്സ് അത് ആക്സെപ്റ്റ് ചെയ്ത് അവരത് കൊണ്ടുപോകണം. പിന്നെ ചില സ്കൂളുകളിൽ ഉണ്ടാവും കുറച്ചു നേരം ക്ലാസ്സിൽ ഇങ്ങനെ അടങ്ങി ഇരിക്കാത്ത കുട്ടികളുണ്ടാവില്ലേ? നമ്മൾ എന്ത് പറഞ്ഞാലും അവര് ഇപ്പൊ ടോയ് കൊടുത്താലും ആ ടോയ് എന്താ ചെയ്യണ്ടേന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ജോയിൻ ചെയ്യാനോ കൊടുക്കുമല്ലോ നമ്മള്. പുള്ളി വേറെ ഏതോ ഒരു ലോകത്താണ്. അപ്പൊ അതെന്തെങ്കിലും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അത് നമുക്കത് ചെയ്യേണ്ടതുണ്ട്. കാരണം അതിനും മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ള ഒരു ലെസൺ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ വരുന്നുണ്ട്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ഓരോ കുട്ടിയും യുണീക്കാന്ന് മനസ്സിലാക്കി അവരുടെ ഡിഫറൻസസ് മനസ്സിലാക്കണം. നമ്മൾ അതിനകത്ത് നോർമലൈസ്ഡും ഡീവിയേഷൻ എന്നുള്ള 2 കാറ്റഗറിയിൽ കുട്ടികളെ ആക്കും. നിങ്ങൾക്ക് അത് വരുന്നുണ്ട്, പാർട്ട് 3 പഠിക്കാനുണ്ട്. അപ്പോൾ മോണ്ടിസോറി ഫെസിലിറ്റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് എന്നുള്ള മീനിങ് അല്ല കേട്ടോ. നോർമലൈസ്ഡ് അത് ആ സെഷൻ വരുമ്പോൾ മനസ്സിലാവും. ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടിയെ പറ്റിയാണ് രമ്യ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഡീവിയേഷൻ സംഭവിച്ച കുട്ടി, അതിന് ഡിസോർഡർ ഉണ്ട്. ആ കുട്ടിയെ നമ്മൾ ഈ നോർമലൈസേഷൻ എന്നുള്ള ആ ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് അവിടെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ചെയ്യേണ്ടത്. അതെന്തെല്ലാം രീതിയിൽ ഈ കുട്ടിയുടെ പ്രശ്നം എന്താണ്, ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കുട്ടിക്ക് ആക്ടിവിറ്റി കൊടുക്കും. പക്ഷെ അത് 1-2 ദിവസം കൊണ്ട് ശരിയാവുന്ന കാര്യമില്ല. മേ ബി 2-3 മന്ത്സ് എടുക്കും. അതിന് ഇപ്പൊ ചോദിച്ചതിന്റെ കറക്റ്റ് നമ്മളുടെ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് വരുന്നുണ്ട്, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. അതായത് അതിൽ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ശരിക്കും ഹാൻഡിൽ ചെയ്യാനായിട്ട് രമ്യക്ക് ആ സമയത്ത് പറ്റും. ക്ലാസ്സിലുണ്ടോ അങ്ങനെയുള്ള കുട്ടികള്? അങ്ങനെ ഒരാളെ പുള്ളി ഇങ്ങനെ പാഞ്ഞു നടക്കുക, ഒരു സ്ഥലത്ത് ഇരിക്കത്തില്ല. ശരി, കുഞ്ഞാണ്. നമുക്ക് അതുണ്ട് അങ്ങനെ ഒരു ഇത്. അപ്പൊ നമുക്ക് ഒരിക്കലും നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നോർമലൈസ്ഡ് കിഡും ഡീവിയേറ്റഡ് ആയിട്ടുള്ള കിഡും, അങ്ങനെ 2 കാറ്റഗറി വെച്ചിട്ട് നമ്മൾ ഈ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കിഡിനെ നോർമലൈസേഷനിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ് ഉണ്ട്. അത് കുറേ ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ചില കുട്ടികളിൽ പെട്ടെന്ന് അവർ നോർമലൈസേഷനിലേക്ക് വരും. ഡീവിയേറ്റഡ് ഈ ഡീവിയേഷൻ സംഭവിക്കുന്നതിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു അങ്ങനെ. അവനിങ്ങനെ വന്ന സമയത്ത് അടങ്ങിയിരിക്കില്ല, ഇങ്ങനെ പുള്ളി ഒന്നും സംസാരിക്കില്ല, പക്ഷെ അടങ്ങിയിരിക്കില്ല, ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടായിക്കൊണ്ട് പാഞ്ഞൊക്കെ നടക്കുമായിരുന്നു. അവനെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് പെട്ടെന്ന് അവൻ ഇതായി. പിന്നെ ഇത് ഇവരുടെ അവര് ജീവിക്കുന്ന സാഹചര്യം അതാണ്, അതിന് ഡീവിയേഷൻ സംഭവിക്കുന്നതിന് കാരണം അതാണ് കുറെയൊക്കെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു മാം. 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 ബൈ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. മാം.